ഗ്രാമർ സെക്ഷനിലെ കോൺകോഡ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കോൺകോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺകോഡ് പഠിച്ചു കഴിയുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഗ്രാമർ സെക്ഷൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ കോൺകോഡ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൺകോഡ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണെങ്കിലും കോൺകോഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതേപോലെ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കോൺകോഡിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അറിയണം അല്ലേ, സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അറിയണം, വെർബ് എന്താണെന്നുള്ളത് അറിയണം, എന്നാലല്ലേ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയൊരു സെൻറ്റൻസ് പറയാം, എന്നിട്ട് നമുക്കതിന് സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം, രാം എയ്റ്റ് മാംഗോ, രാം മാങ്ങ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? രാമനെ കുറിച്ച് അല്ലേ. അപ്പോൾ രാമാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കർത്താവ് എന്ന് പറയും. ഓക്കെ, ഇനി എയ്റ്റ് കഴിച്ചു, അപ്പോൾ ഒരു ക്രിയ, അതാണ് നമ്മുടെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റും വെർബും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കയറാം. അപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്, എൻ്റെ ക്രിയ. ഇനി എന്താണ് കഴിച്ചത്? മാങ്ങയാണ് കഴിച്ചത്. അപ്പോൾ മാംഗോ എന്ന് പറയുന്നതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആരാണ് കഴിച്ചത്? അതാണ്, ആരെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കുന്നത് അതാണ് എൻ്റെ സബ്ജക്റ്റ്. ഒരു ക്രിയേനെയാണ് ഞാൻ എന്ത് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആരിലാണോ അതിൻ്റെ ആക്ഷൻ വന്നത് അല്ലെങ്കിൽ റിസൾട്ട് വന്നത് അതാണ് എൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ മാങ്ങയ്ക്കാണ്, മാങ്ങയിലാണ് ഒരു റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മാങ്ങയാണ് എൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ്, ക്രിയ, കർമ്മം ആണല്ലോ. കർത്താവ്, ക്രിയ, കർമ്മം. ഓക്കെ, ഇനി ഇത് തന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ചോ. രാജു മാങ്ങ കഴിച്ചു എന്ന് ഞാൻ മലയാളത്തിൽ പറയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഓർഡർ നിങ്ങൾ നോക്കിയേ. രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ്ജക്റ്റാണ്, കാരണം രാജുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് സബ്ജക്റ്റായി. ഇനി മാങ്ങ കഴിച്ചു, അപ്പോൾ മാങ്ങ ആണ് എൻ്റെ കർമ്മം വരുന്നത്, പിന്നെയാണ് എൻ്റെ കഴിച്ചു അതായത് ക്രിയ വരുന്നത്. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയയാണ്. അതേസമയം ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാണ്? കർത്താവ്, ക്രിയ, കർമ്മമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലരും മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിലൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സബ്ജക്റ്റും വെർബും എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു വേഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്റ്റ് എന്നുള്ള പോർഷൻ പഠിക്കാം. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതിനകത്ത് സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് PSCയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം, കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഈ സെൻറ്റൻസുകൾ നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 5 സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 സെൻറ്റൻസിലും സബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോ. രാം വെൻറ്റ് ടു ഡൽഹി, രാം ഡൽഹിയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്താ? നിങ്ങൾക്കറിയായിരിക്കും. പറഞ്ഞ ആൻസർ എന്താണ്? രാമാണ്. എന്താ കാര്യം? കാരണം ഞാൻ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് എൻ്റെ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ രാമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അടുത്ത് നോക്കാം, രാം എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ഡൽഹി. രാം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഡൽഹിയിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. രാമും ഫ്രണ്ട്സും മാത്രമാണോ? കാരണം ഞാൻ അവരെ കുറിച്ചല്ലേ പറയുന്നത്, അങ്ങനെയാണോ? അല്ല. ആൻസർ എന്താണ്? രാം എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഇത്രയും ഉണ്ട് കേട്ടോ. രാം എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇത്രയും സബ്ജക്റ്റ് ആണ്? നമ്മൾ പലരും വിചാരിച്ചിട്ടുള്ള ഒരൊറ്റ വേർഡ് ആയിരിക്കില്ലേ സബ്ജക്റ്റ് എന്ന്. അപ്പം അങ്ങനെയല്ല. അതെങ്ങനെയാണ് മനസ്സിലാവണേ എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങളൊരു സെൻറ്റൻസ് കിട്ടുമ്പോൾ അതിനകത്തെ ക്രിയ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കിയേ, ഇതിനകത്തെ ക്രിയ എന്താ? വെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ക്രിയയ്ക്ക് തൊട്ട് മുമ്പിലുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആണല്ലോ. ഇതാണ് നമ്മുടെ ക്രിയ. അപ്പോൾ അതിന് തൊട്ട് മുമ്പിലുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി ഈ ഒരു സെൻറ്റൻസ് നോക്കിയേ, രാം എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ഡൽഹി അല്ലേ. അപ്പോൾ ഇവിടെ വെൻ്റ് ആണ് നമ്മുടെ ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് എന്ത്? എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? രാം എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആണ് സബ്ജക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അടുത്ത് നോക്കാം, രാം ആൻഡ് രാജു വെൻറ്റ് ടു ഡൽഹി.
ആരൊക്കെയാണ് പോയ ഡൽഹിയിലേക്ക്? രാമും രാജുവും വെൻ ടു ഡൽഹി. അപ്പം ഞാൻ ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത്? ഇതിനകത്ത് ക്രിയ ഉണ്ടോ എന്ന് നോക്കും അല്ലേ? അപ്പോൾ ക്രിയ ഉണ്ട്, വെൻ്റ് ആണ് എൻ്റെ ക്രിയ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആൾക്കാർ ആരൊക്കെയാണ്? രാം ആൻഡ് രാജു, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതാണ് എന്ത്? എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് രാം ആൻഡ് രാജു ആണ് എൻ്റെ സബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ 3 നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. വാട്ട് ഹീ സെഡ് ഇസ് റൈറ്റ്. അവൻ പറഞ്ഞത് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഹീ സെഡ് ഇസ് റൈറ്റ്. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്? അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സെഡാണ് വെർബ്, അപ്പോൾ വെർബിന് തൊട്ട് മുമ്പുള്ള വാട്ട് ഹീ എന്ന് പറയണമായിരിക്കും സബ്ജക്റ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ അത് തെറ്റാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബ് എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായക ക്രിയയാണ്. എന്താണ്? ഹെൽപ്പിംഗ് വെർബാണ്. ഒരു സഹായക ക്രിയേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആം, ഇസ്, ആർ, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, ഇതൊക്കെയാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണ അനുസരിച്ച് നമ്മൾക്ക് ഇതെല്ലാം ഓർമ്മ വന്നോളും. നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ആം, ഇസ്, ആർ, വാസ്, വർ ഇതൊക്കെ ഉണ്ടെന്ന് ആലോചിക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനകത്ത് എസ് ഉണ്ട് അല്ലേ? എസ് നമ്മുടെ ഓക്സിലറി വെർബാണ്. അപ്പോൾ എസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഒരു സെൻറ്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉണ്ടല്ലോ, എസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള ആൾക്കാർ, അതായത് ഇത്രയും ആൾക്കാരാണ് എന്ത്? നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഹീ സെഡ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബ് ഇല്ലാത്തൊരു സെൻറ്റൻസ് ആണെങ്കിൽ വെർബ് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുമ്പുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി എസ് നമുക്ക് മനസ്സിലായി ഓക്സിലറി വെർബാണ്. അപ്പോൾ എസിന് മുമ്പുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? വാട്ട് ഹീ സെഡ് ആണ് സബ്ജക്റ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആദ്യം എന്താ നോക്കണ്ടേ? ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കിക്കഴിയുമ്പോൾ അത് ഇവിടെ ഒരു എസ് ഉണ്ട്, അത് നമുക്ക് ഓക്സിലറി വെർബാന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആളായിരിക്കും നമ്മുടെ സബ്ജക്റ്റ്, അതായത് സ്മോക്കിംഗ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ? ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ നിങ്ങൾ ആദ്യം ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നിങ്ങൾ വെർബ് നോക്കുക. അപ്പോൾ വെർബ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് മുമ്പുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഒരിക്കലും ഒരെണ്ണം തന്നെ ആവണം എന്നൊന്നും ഇല്ല കേട്ടോ, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയി. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് രാം വെൻ ടു ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? രാമാണ്. വെർബിന് മുമ്പുള്ളത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ രാം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഒരു പോർഷൻ ഇല്ലേ, ഇത് മൊത്തമാണ് നമ്മുടെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? പ്രെഡിക്കേറ്റ്. അപ്പോൾ സബ്ജക്റ്റും ഉണ്ട്, പ്രെഡിക്കേറ്റും ഉണ്ട്. സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, വെർബിന് മുമ്പുള്ളതാണ്. അതൊഴിച്ച് ബാക്കിയുള്ള ഫുൾ ഭാഗമാണ് നമ്മുടെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രിയ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കാരണം നേരത്തെ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് കോൺകോർഡ് എന്ന് പഠിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വെർബ് ക്ലിയർ ആയിട്ട് പഠിക്കണ്ടേ? ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിയയാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷനാണ് നമ്മൾ സാധാരണ വെർബ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആക്ഷൻ മാത്രമല്ല, വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് പൊസഷൻ, ഒന്ന് സ്റ്റേറ്റ്. ഇപ്പോൾ 3 ആൾക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് വെർബ് എന്ന് പറഞ്ഞത് കേട്ടോ. ആരൊക്കെയാണ്? ഒന്ന് ആക്ഷൻ, ഒന്ന് പൊസഷൻ, ഒന്ന് സ്റ്റേറ്റ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ തിയറി ക്ലാസ് വിട്ടിട്ട് എക്സാമ്പിൾസ് വെച്ച് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ച് നോക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം കേട്ടോ. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്ഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ആക്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ ആക്ഷനിൽ വരും ആണല്ലോ. അടുത്ത് നോക്കാം. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട്. ഐ ഹാവ് എ കാർ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്നുണ്ടോ? എനിക്കൊരു കാർ ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഹാവ് എന്ന് പറയണത് ഇവിടെ പൊസഷനാണ്. എനിക്കുണ്ട്, ഞാനത് പൊസസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പൊസഷൻ. മനസ്സിലായോ? അപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഹാവ്, ഹാസ്, ഹാഡ് ഈ 3 എന്തിലാണ് വരുന്നത്?
പൊസഷൻ. അപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹാവ് എന്തായിട്ടാണ് എടുക്കുന്നത്? നമ്മുടെ വെർബായിട്ട് എടുക്കുകയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലേ, ലൈക്ക്, ഈറ്റ് ഇത് മാത്രമല്ല, അല്ലാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഹാവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെർബാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ നമ്മുടെ പൊസഷൻ ഗ്രൂപ്പിൽ വരും. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പൊസസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഷീ ഹാഡ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ഹാഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഷീ ഹാഡ് എ കാർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹാഡ് ആണ് നമ്മുടെ വെർബ്. കാരണം അതും ഞാൻ നേരത്തെ പറഞ്ഞു ഹാസ്, ഹാവ്, ഹാഡ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വി ഹാഡ് ലഞ്ച്. ഈ ഹാഡ് ലഞ്ചിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ ലഞ്ച് കഴിച്ചു എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കഴിച്ചു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇത് പൊസഷനായിട്ട് വരുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുക. ഇവിടെ കഴിച്ചു എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് വരിക? ആക്ഷൻ അല്ലേ? അതായത് അവർ ഫുഡ് കഴിച്ചു, അവർ ലഞ്ച് കഴിച്ചു എന്നുള്ള മീനിങ്. അപ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ഷനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പം ഹാവും ഹാഡൊക്കെ കാണുമ്പോൾ ആദ്യം തന്നെ പൊസഷൻ ആണെന്ന് വിചാരിക്കരുത്. സെൻറ്റൻസ് വായിച്ചിട്ട് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിനകത്ത് ഏതിലാണ് വരണേന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കാം. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ? ഒരു ആക്ഷനും ഇല്ല. ഞാനൊരു ടീച്ചറാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇതിനകത്ത് ആക്ഷൻ ഇല്ല. പിന്നെന്താ ഉള്ളത്? പൊസഷൻ ഉണ്ടോ? ഹാസോ, ഹാവോ, ഹാഡോ എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ല. പിന്നെന്താ ഉള്ളത്? ഇവിടെ ഒരു ആം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ആം ആണ് നമ്മുടെ സ്റ്റേറ്റ്. ഞാനൊരു ടീച്ചറാണ് എന്ന് പറയണത് എൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറയണത് എന്താണ്? എൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആം, അതുപോലെ തന്നെ എസ്, ആർ, വാസ്, അങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകളല്ലേ, അതിൻ്റെയൊക്കെ ഒരു മീനിങ് വരുന്നത് ഒരു സ്റ്റേറ്റ് ആണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കണ്ട. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. റിയ നമുക്കത് ഫുൾ ഡെപ്തിൽ മനസ്സിലാവണമെങ്കിൽ അതിൽ 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ആക്ഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെയുള്ളത് ആരാ? പൊസഷൻ ഉണ്ട്. പൊസഷൻ്റെ കീഴിൽ ആരൊക്കെയാണ് വരുന്നത്? ഹാസ്, ഹാവ്, ഹാഡ് വരുന്നുണ്ട്. പിന്നെയുള്ള സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, അതായത് ഞാനിപ്പോൾ ഒരു ടീച്ചറാണ്, അതെൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഇവിടെ ആം ആണ് നമ്മുടെ വെർബായിട്ട് എടുക്കുന്നത്. ഇവിടെയോ ഹാഡ് ആണ്. ഇനി അടുത്ത് നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അതിൻ്റെ കീഴിൽ വരുന്നത് മെയിൻ 3 പോയിന്റ്സുകളാണ്. ഒന്ന് ഫസ്റ്റ് പേഴ്സൺ, പിന്നെ സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ. അതിൽ ഫസ്റ്റ് പേഴ്സൻ്റെ കീഴിൽ വരുന്നത് 2 പേരാണ്. ആരൊക്കെയാണ്? ഐയും വിയും. ഫസ്റ്റ് പേഴ്സണെ മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ഉത്തമ പുരുഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്. മലയാളത്തിൽ പറയുന്നത് മധ്യമ പുരുഷനാണ്. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ദേ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഹി, ഷീ, ഇറ്റ്, ദേ. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പ്രഥമ പുരുഷൻ എന്നാണ്. മലയാളവും ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് മലയാളത്തിലും ഇത് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം. നമ്മളിപ്പോൾ ഈ പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആണെന്ന് വിചാരിക്കില്ലേ? പക്ഷേ അത് തിരിഞ്ഞു പോകരുത്. പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷനാണ്. തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആലോചിക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഈ പ്രഥമനൊക്കെ കഴിക്കുന്നത് നമ്മൾ സദ്യയിൽ ഏറ്റവും അവസാനമല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ പ്രഥമ പുരുഷൻ ഏറ്റവും ലാസ്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് അതും കൂടെ ആലോചിക്കാം. നമ്മൾ നിർത്തിയത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ വെച്ചിട്ടാണ്. അതിലെ ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണ്? ഐയും വിയും. സെക്കൻഡ് പേഴ്സൺ യു ആണ്. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ് ആണ്. ഓക്കെ, ഇനി ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും നമ്മുടെ പ്ലൂറലാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവചനം. തെറ്റിക്കരുത്. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും, അതായത് ഐ, വി, യു എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, ഐ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, ഒരാളല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ഐനെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ യു എന്ന് പറയുന്നതും നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വി ഒക്കെ പിന്നെ നമുക്കറിയാലോ, ഒന്നീ കൂടുതലുണ്ടല്ലോ. അപ്പോൾ വി പ്ലൂറലാണ്. പിന്നെ ഹീ, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത് സിംഗുലറാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ എന്താണെന്നുള്ളതാണ്. എന്താണ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു നാമമാണ് അല്ലേ? മലയാളത്തിൽ നമ്മൾ നാമം എന്ന് പറയും. അപ്പോൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയൊക്കെ പേരിനെയാണ് നമ്മൾ സാധാരണ നൗൺ എന്ന് പറയുന്നത്. ഇനി നൗണ് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. നൗൺ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉണ്ട്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് എന്താണ് നമ്മുടെ കോൺകോർഡിലെ ഫസ്റ്റ് റൂൾ എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കണേ. അപ്പോൾ സിംഗുലർ നമുക്കറിയാം, ക്യാറ്റ്
ക്യാറ്റാണ് സിംഗുലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലൂറൽ എന്താ? ക്യാറ്റ്സ് ആണല്ലോ. അടുത്തത് ചെയർ ആണെങ്കിൽ പ്ലൂറൽ എന്താണ്? ചെയേഴ്സ്. ഒരു എസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾസ് പറയാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ബസ് ആണെങ്കിൽ ബസ്സസ്, പിന്നെ കാർ ആണെങ്കിൽ കാർസ്, ട്യൂബ് ആണെങ്കിൽ ട്യൂബ്സ് അല്ലേ? എക്സാമ്പിൾസ് ഉണ്ട്. പെൻസ്. പെൻ എന്ന് പറയുന്നത് സിംഗുലർ, പെൻസ് ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ അത് പ്ലൂറലായിട്ട് എടുക്കും. ഒരു 75% കേസുകളിൽ നമുക്ക് സിംഗുലറിനെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്താ ഇവിടെ ചെയ്തേ? ഒരു എസ് ആഡ് ചെയ്തു അല്ലേ? ക്യാറ്റ്സ് ആയി, ചെയേഴ്സ് ആയി. കണ്ടോ, ഒരു എസ് കൂടി വന്നില്ലേ? അപ്പം ഒരു 75% നമുക്ക് ഇതുപോലെ എസ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ES ഇട്ട് കൊടുത്താൽ മതി. ESൻ്റെ എക്സാമ്പിളാണ് ബസ്സസ്. ഞാൻ ES അല്ലേ എക്സ്ട്രാ ആഡ് ചെയ്തേ സിംഗുലറിനെ പ്ലൂറലാക്കാൻ വേണ്ടി. അതാണ് 75% കേട്ടോ. ബാക്കി 25% എങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചൈൽഡ് എന്ന് പറയണത് ചിൽഡ്രൻ ആണ്. ചൈൽഡ് എന്ന് പറഞ്ഞ സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ എന്താണ്? ചിൽഡ്രൻ ആണ്. മേജർ കേസസിലൊക്കെ നമ്മൾ സിംഗുലറിനെ പ്ലൂറലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എസ് ആഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നൗണിൻ്റെ കേസ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വെർബും കൂടെ പഠിക്കണം. ഓക്കെ, വെർബ് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലെ പഠിച്ചു വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു പൊസഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. ഇനി വെർബിൻ്റെ കേസിലും സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. വെർബിൻ്റെ കേസിലും എന്തുണ്ട്? സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം വെർബിൻ്റെ. ഈറ്റ്സ്, റൺസ്, ഗോസ്. ഇന്നലെ നമ്മൾ പഠിച്ചല്ലേ ഇതൊക്കെ? ഓക്കെ, അപ്പോൾ ഈറ്റ്സ്, റൺസ്, ഗോസ്. അപ്പോൾ ഈറ്റ്സ് എന്ന് പറയണത് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ എന്താ? ഈറ്റ് ആണ്. ശ്രദ്ധിക്കണേ, ഈറ്റ്സ് എന്ന് പറയണത് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ എന്താണ്? ഈറ്റ് ആണ്. അതുപോലെ റൺസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ എന്താ? റണ്ണാണ്. ഗോസ് എന്ന് പറയണതിൻ്റെ പ്ലൂറൽ എന്താ? ഗോയാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ നൗണിൻ്റെ കേസും പറഞ്ഞു, വെർബിൻ്റെ കേസും പറഞ്ഞു അല്ലേ? രണ്ട് കേസിലും ഞാൻ സിംഗുലറും പ്ലൂരലും രണ്ട് കേസിലും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കേസും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അന്നേരം നമുക്ക് അതിന് എന്താ മനസ്സിലാവണമെന്നുള്ളത് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചോ. നൗണിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? പ്ലൂരൽ നമ്മൾ സിംഗുലറിനെ പ്ലൂരലാക്കാൻ എന്താ ചെയ്തേ? ഒരു എസ് ആഡ് ചെയ്തു, ശരിയല്ലേ? അതേസമയം വെർബിൻ്റെ കേസിൽ എന്താ വരുന്നത്? ഇത് കണ്ടോ, സിംഗുലറിനകത്താണ് എസ് വരുന്നത്, പ്ലൂരലിനകത്ത് എസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ രണ്ടിനെയും പ്ലൂറൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. നൗണിൻ്റെ കേസിൽ പ്ലൂറലിന് എസ് ഉണ്ട്, ഇവിടെ വെർബിൻ്റെ കേസിൽ പ്ലൂറലിന് എസ് ഉണ്ടോ? ഇല്ല. അതായത് നൗണിൻ്റെയും വെർബിൻ്റെയും കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നൗണിൻ്റെ സിംഗുലറും പ്ലൂരലും പഠിച്ചു, അതേപോലെ തന്നെ വെർബിൻ്റെ സിംഗുലറും പ്ലൂരലും പഠിച്ചു. ഇനി നമ്മുടെ റൂൾ നമ്പർ 1ലേക്ക് കിടക്കുകയാണ് കേട്ടോ. കോൺകോർഡിൻ്റെ റൂൾ നമ്പർ 1 ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം എന്താ വരുന്നത്? സിംഗുലർ വെർബ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ തന്നെയായിരിക്കും. രണ്ടും സിംഗുലർ തന്നെയായിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. ഇനി ഞാൻ ഈ ഒരു റൂള് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആദ്യം കാണിച്ചു തരാം. ഒരു 3 എക്സാമ്പിൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഹീ ഗോസ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഈ ഒരു സെൻറ്റൻസിനകത്തെ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താണ്? ഹീ ആണല്ലോ. പിന്നെ വെർബ് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ വെർബ് എന്തായിരുന്നു? ഗോസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണല്ലോ, ഹീ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വെർബ് സിംഗുലർ ആവണമെങ്കിൽ എന്താണ് കേസ് ആയിരുന്നത്? വെർബ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു എസ് ഉണ്ടാവും, അല്ലെങ്കിൽ ES ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ്, ഹീ ഗോസ് ടു സ്കൂൾ. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. ദേ ഗോ ടു സ്കൂൾ. ദേ എന്ന് പറയണത് എന്താ? നമ്മുടെ സബ്ജക്റ്റ് എന്താ? ദേ ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലാണ് ആണല്ലോ. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മുടെ വെർബ് അല്ലെങ്കിൽ ക്രിയ എങ്ങനെയായിരിക്കും? സെക്കൻഡ് റൂൾ നോക്കിക്കോ. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറലായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച വെർബ് പ്ലൂറലാവണത് ഗോയാണ് അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പം ദേ ഗോ ടു സ്കൂൾ എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കാം. ഐ ഗോ ടു സ്കൂൾ. ഐ എന്ന് പറയണത് നമ്മുടെ ഫസ്റ്റ് പേഴ്സണാണ്. ഞാൻ പേഴ്സണൽ പ്രോണൗൺസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, അതായത് പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ പ്ലൂറലാണെങ്കിൽ നമുക്ക് പ്ലൂറൽ വെർബാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ നമ്മൾ എസ് ചേർക്കില്ല, അതായത് ഗോ എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഐ ഗോ ടു സ്കൂൾ എന്നുള്ളതാണ് ആൻസർ.
ഇനി നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഡാഷ് ബ്രാക്കറ്റിൽ സിങ്സ് കേട്ടോ എ സോങ്. എന്തായിരിക്കും ആൻസർ? ഹി ഡാഷ് എ സോങ്. സിംഗ് ആണോ സിങ്സ് ആണോ? ഹി എന്ന് പറയണത് എന്താ? സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. വെർബ് സിംഗുലർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ എസ് ചേർക്കും അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഹി സിങ്സ് എ സോങ് ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത് നോക്കാം. ദേ ഡാഷ് പേപ്പർ. റീഡ് ആണോ റീഡ്സ് ആണോ? ദേ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? വെർബും പ്ലൂറൽ ആയിരിക്കും. വെർബ് പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് ആൻസർ റീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ വെർബും നൗണിൻ്റെയും സിംഗുലറും പ്ലൂറലും ആദ്യം കറക്റ്റായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സെക്ഷൻ വീണ്ടും കേൾക്കുക കേട്ടോ. അടുത്ത് നോക്കാം. ഐ ഡാഷ് എ പേപ്പർ. പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ചോട്ടോ. ഐ ഡാഷ് എ പേപ്പർ. ഓക്കെ, അപ്പോൾ അവിടെ എന്താ വരുന്നത്? ഐ എന്ന് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞു പ്ലൂറലാണ്. നമ്മുടെ ഇവിടെ എന്താ വരിക? റീഡാണോ റീഡ്സ് ആണോ? സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരുന്നത്? ഐ റീഡാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതേപോലെ തന്നെ യു എന്ത് വരും? യു റീഡ് എന്ന് വരും. കാരണം യുവിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. ഷീ ആണെങ്കിലോ സിംഗുലർ ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആണ്. വെർബ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എസ് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഷീ ഡാൻസസ് എന്നാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ സെക്കൻഡ് റൂളിലേക്ക് കയറാം. സെക്കൻഡ് റൂൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. 2 or more singular subjects connected by and takes plural verb ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 or more singular subjects, 2 കൂടുതൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്നത് ആൻഡ് വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അതായത് 2 കൂടുതൽ സബ്ജക്ട്സ് ഉണ്ട്, ആ 2 സബ്ജക്ട്സിനെയും ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഫസ്റ്റ് വൺ നോക്കാം. രവി ആൻഡ് ശശി ഡാഷ് ഫ്രണ്ട്സ്. എസ് ആണോ ആർ ആണോ? രവി ആൻഡ് ശശി ആർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. രവി ആൻഡ് ശശി ആർ ഫ്രണ്ട്സ്. എന്തുകൊണ്ട് ആർ യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂൾ ഒന്ന് ശ്രദ്ധിച്ചേ. 2 or more singular subjects, അതായത് 2 കൂടുതൽ സിംഗുലർ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, ഇവിടെ രവി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, ശശിയും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആൻഡ് വെച്ചിട്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ എസ് ആണോ ആറാണോ പ്ലൂറൽ? ആറല്ലേ? അടുത്ത് നോക്കാം. സീത ആൻഡ് ഗീത ഡാഷ് ടീച്ചേഴ്സ്. സീത ആൻഡ് ഗീത ഡാഷ് ടീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 സിംഗുലർ സബ്ജക്ട്സ് ഉണ്ട് അല്ലേ? ഇവരെ രണ്ടുപേരെയും ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ? 6. ക്ലിയർ ആണല്ലോ? അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. നിങ്ങൾ തന്നെ ആൻസർ പറയാം കേട്ടോ. അനു ആൻഡ് വിനു ഡാഷ് ഡോക്ടേഴ്സ്. അനു ആൻഡ് വിനു എസ് ആണോ ആറാണോ? നിങ്ങൾക്കറിയാം ആറാണെന്ന്. എന്താ റീസൺ? കാരണം 2 സിംഗുലർ സബ്ജക്ട്സിനെ എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആൻഡ് വെച്ചിട്ട്. സോ ആൻസർ എന്തായിരിക്കും? 6 നമുക്ക് റൂൾ നമ്പർ 3 നോക്കാം. റൂൾ നമ്പർ 3 ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇഫ് 2 singular subjects express one idea. എന്ത് ഐഡിയ ആണ്? 1 idea. ഓക്കെ, ഇഫ് 2 singular subjects express one idea, the verb is in singular form. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? 2 സിംഗുലർ സബ്ജക്ട്സ് ഒരേ ഐഡിയ ആണ് തരണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബ് സിംഗുലർ ഫോമിലായിരിക്കും. വെർബ് ഏത് ഫോമിലാണ്? സിംഗുലർ ഫോമിലാണ്. എപ്പോഴാണ്? 2 സബ്ജക്ട്സ് ഒരേ ഐഡിയ ആണ് കൺവേ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഹിസ് ഫേവറേറ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഹിസ് ഫേവറേറ്റ്. എസ് ആണോ ആറാണോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂൾ ഒന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. 2 സിംഗുലർ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, ഇവിടെ 2 സിംഗുലർ സബ്ജക്ട്സ് ആണല്ലോ, ഒന്ന് ബ്രെഡും ഒന്ന് ബട്ടറും. ഓക്കെ, സിംഗുലർ സബ്ജക്ട്സ് ഒരേ ഐഡിയ ആണ് കൺവേ ചെയ്യണമെങ്കിൽ, ഒരേ ഐഡിയ, 1 ഐഡിയ അല്ലേ, ഒരേ ഐഡിയ ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഒരു ഡിഷ് അല്ലെങ്കിൽ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡും ബട്ടറും അത് ഒരൊറ്റ സാധനമായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരേ ഐഡിയ ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ആണോ ആറാണോ? വെർബ് സിംഗുലർ ആണ്.
അപ്പോൾ എസ് ആണോ ആറാണോ? ആൻസർ എസ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് റൂള് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റൂളില്ലേ, അതിലെന്തായിരുന്നു? അതായത് രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അതല്ല നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചേ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ ഞാൻ പറയുന്നത്? ശ്രദ്ധിച്ചോ, ബ്രെഡ് ആൻഡ് ബട്ടർ. ആ റൂൾ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്താ വരണ്ടേ? 6 വരണ്ടേ. പക്ഷെ ഇവിടെ ആൻസർ എന്താ? എസ് ആണ്. എന്താ കാര്യം? കാരണം ബ്രെഡും ബട്ടറും നമ്മൾ ഒരൊറ്റ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരൊറ്റ ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഐറ്റം ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഇവിടുത്തെ ആൻസർ എസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശ്രദ്ധിക്കണം. എന്താ ക്വസ്റ്റ്യൻ വായിക്കുക, സെൻറ്റൻസ് വായിക്കുക. ഒരേ ഐഡിയ ആണ് തരുന്നതെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. തിരിഞ്ഞു പോരുത് കേട്ടോ. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പോർഷൻ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം. ബ്രിങ് ആണോ ബ്രിങ്സ് ആണോ? ഇപ്പം ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയണത് ഒരേ ഐഡിയ തരുന്ന ഒന്നാണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ബ്രിങ് ആണോ ബ്രിങ്സ് ആണോ? ആൻസർ ബ്രിങ്സ്. ക്ലിയർ അല്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി റേസ്. വിന്നാണോ വിൻസ് ആണോ? ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരേ ഐഡിയ തന്നെയാണ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ ആൻസർ വിൻസ് ആണ്. ക്ലിയർ? ഇനി ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും ഈ ഒരു പോർഷൻ ക്ലിയർ ആയി ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ. എസ് ആണോ ആറാണോ? ബ്രെഡ് ഹിയർ. അതായത് ഒരു കടയുടെ മുമ്പിൽ ബ്രെഡും ബട്ടറും വിൽക്കപ്പെടും എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എസ് ആണോ ആറാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രെഡും ബട്ടറും ഈ കടയിൽ വിൽക്കപ്പെടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എസ് ആണോ ആറാണോ? രണ്ടും ഒരേ ഐഡിയ ആണോ വന്നേക്കുന്നത്? അല്ലല്ലോ. ബ്രെഡ് വേറെ ബട്ടർ വേറെ. ഇത് വിൽക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേ ഐഡിയ അല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? നമ്മൾ റൂൾ നമ്പർ 2 പഠിച്ചത് എന്തായിരുന്നു? റൂൾ നമ്പർ 2 രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ സോൾഡ് ഹിയർ. അതായത് ഈ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് ഹിസ് ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡിൽ ബട്ടർ പുരട്ടി കഴിക്കുന്നതാണ് അല്ലെങ്കിൽ ബ്രെഡും ബട്ടറും കൂടെ കഴിക്കുന്നതാണ് അവൻ്റെ ഫേവറേറ്റ് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് അല്ലേ? അപ്പോൾ ഒരേ ഐഡിയ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ ഇവിടെ? വെർബ് എസ് ആയിരിക്കും. ഒരേ ഐഡിയ ആണ് കൺവേ ചെയ്യണമെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതായത് എസ് ആയിരിക്കും. ഇനി ഈ കേസ് ശ്രദ്ധിച്ചോളൂ. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ. ബ്രെഡും ബട്ടറും ഈ കടയിൽ വിൽക്കപ്പെടും എന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചേക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടക്കാരൻ ബ്രെഡിൽ ബട്ടറൊക്കെ പറ്റിയിട്ടാണോ നമുക്ക് തരുന്നത്? അല്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ ബ്രെഡ് വേറെ ബട്ടർ വേറെ. അപ്പോൾ ആ ഒരു കേസിൽ സെയിം ഐഡിയ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മുടെ വെർബ് പ്ലൂറൽ ഫോം. നമ്മുടെ സെക്കൻഡ് റൂൾ വെച്ചിട്ട് എന്തായിരുന്നു? രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ഫോം ആയിരിക്കും. അപ്പോൾ ഇസ് ആണോ ആറാണോ? ആൻസർ 6. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് ഫേവറേറ്റ് പഠിച്ചില്ലേ? അതായത് രണ്ടെണ്ണത്തിനും ഒരേ ഐഡിയ ആണ് കൺവേ ചെയ്യണമെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ അതേപോലത്തെ കുറച്ച് വേർഡ്സുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റൈസ് ആൻഡ് കറി ഇസ് ഹിസ് ഫേവറേറ്റ്. കാരണം റൈസും കറിയും നമ്മൾ ഒരു ഡിഷായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരൊറ്റ സാധനമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതേപോലെ തന്നെ ബുള്ളോക്ക് ആൻഡ് കാർട്ട്, അതും നമ്മളൊരൊറ്റ ഐഡിയ തന്നെയാണ് കൺവേ ചെയ്യുന്നത്. പിന്നെ നോക്കിക്കോ, ലോ ആൻഡ് ഓർഡർ ഒറ്റ സാധനമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൈസ് ആൻഡ് ഫോൾ അതായത് ഉയർച്ചയും താഴ്ചയും, ഇതും ഒരൊറ്റ ഐഡിയ തന്നെയല്ലേ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ആ കേസുകളിലൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. റൂൾ നമ്പർ 4 ആണ്. അപ്പോൾ റൂളിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. അതിനുശേഷം ഞാൻ റൂൾ പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ബ്ലാക്ക് പാൻസ് ഡാഷ് ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. ബ്ലാക്ക് പാൻസ് എസ് ആണോ ആറാണോ? ബ്ലാക്ക് പാൻസ് ഡാഷ് ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എസ് ആണോ ആറാണോ? ആൻസർ വരുന്നത് 6 ആണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് പാൻസ് ആർ ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട് എന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാൻസ്, പൈജാമാസ് അങ്ങനെയൊക്കെ പറയില്ലേ? അതായത് നമ്മൾ പാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, രണ്ട്
രണ്ട് കാലില്ലേ, അതേപോലെ തന്നെ പൈജാമാസ് ആണെങ്കിലും ഉണ്ട്. പിന്നെ സ്പെക്ടക്കിൾസ്, അതായത് നമ്മുടെ കണ്ണട, അതിനകത്തും 2 ഗ്ലാസ് ഒക്കെ ഇല്ലേ. അപ്പം അങ്ങനെ 2 എണ്ണം വീതം നമുക്ക് തോന്നുന്ന സാധനങ്ങളെയൊക്കെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതായത് പാൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ജീൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, പൈജാമാസ് 2 എണ്ണം വീതം ഉണ്ടല്ലോ. പിന്നെ സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ്, ഷോർട്സ്, ടോങ്സ്, നമ്മുടെ ടോങ്സ് ഇല്ലേ, അതെല്ലാം നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബും പ്ലൂറലായിരിക്കും. കാരണം സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബും പ്ലൂറൽ. അപ്പം ആൻസർ എന്താണ്? 6 ആണ് വരുന്നത്. ഇസ് ആണോ 6 ആണോ പ്ലൂറൽ? 6 അല്ലേ? അപ്പം ആൻസർ എന്താണ്? 6. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എല്ലാത്തിൻ്റെ അവസാനം എന്താ? എസ് ആ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം പ്ലൂറൽ ആണെന്നുള്ള രീതിയിലും കൂടെ നമുക്കൊന്ന് ആലോചിക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതായത് എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ബീൻ ബോട്ട് ഫോർ മൈ ഫ്രണ്ട് എന്ന് വിചാരിക്കുക. എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ബീൻ ബോട്ട് ഫോർ മൈ ഫ്രണ്ട്. ഹാസ് ആണോ ഹാവ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ റൂള് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് പാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്തെടുത്തേ? 2 എണ്ണമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മുടെ വെർബ് എന്തായിരുന്നു? പ്ലൂറൽ ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ ബോട്ട് ഫോർ മൈ ഫ്രണ്ട് എന്നുള്ളത്. പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ ബോട്ട് ഫോർ മൈ ഫ്രണ്ട്. ഇവിടെ ഹാസ് വരാൻ കാര്യം, അതിന് മുമ്പ് എന്താണ്, എവിടെയാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്? ഹാസ് യൂസ് ചെയ്യണത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ, ഹാവ് യൂസ് ചെയ്യണത് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹാസ് യൂസ് ചെയ്യണത് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ, ഹാവ് യൂസ് ചെയ്യണത് സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ കണ്ടോ, ഇവിടെ നമ്മൾ ബ്ലാക്ക് പാൻസ് ആയിരുന്നപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തേ? ബ്ലാക്ക് പാൻസ് 6 എന്നാണ് യൂസ് ചെയ്തേ. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ആൻസർ എന്താ? ഹാവ് അല്ല, ഹാസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഹാസ് നമ്മൾ യൂസ് ചെയ്യണത് എപ്പോഴാണ്? സിംഗുലർ ആവുമ്പോഴല്ലേ. അപ്പോൾ ഇവനെയാണെങ്കിൽ ഇത് സിംഗുലർ ആണോ? ഇത് സിംഗുലർ ആണ്. റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എ പെയർ ഓഫ് ഷൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഒരു പെയർ ഓഫ് ഷൂസ് ഞാൻ വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കേസിൽ ബ്ലാക്ക് പാൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പെയർ ഓഫ് ബ്ലാക്ക് പാൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പെയർ ഓഫ് ഷൂസ് അല്ലെങ്കിൽ പെയർ ഓഫ് ട്രൗസേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പെയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അത് നമ്മൾ സിംഗുലർ ആയിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യും. കാരണം എന്താ? അതിന് മുമ്പ് എ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോഴാണ് നമ്മുടെ വെർബ് എന്താവുന്നത്? വെർബും സിംഗുലർ ആവുന്നത്. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. നമുക്ക് അതിന് തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ എന്താണ് റൂൾ എന്നുള്ളത് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഗോബു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. ഗോബു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. എസ് ആണോ 6 ആണോ? അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗോബു സിംഗുലർ ആണ്. പക്ഷെ അതേസമയം ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പ്ലൂറലായിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കുമോ അല്ലെങ്കിൽ പ്ലൂറൽ ആയിരിക്കുമോ? ഞാൻ പറയണത് ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഗോബുവിനനുസരിച്ചിട്ടാണോ നമ്മൾ ഇവിടുത്തെ വെർബ് എടുക്കുക, അല്ലെങ്കിൽ ഹിസ് ഫ്രണ്ട്സിനെ വെച്ചിട്ടാണോ നമ്മളിവിടെ വെർബ് കൺസിഡർ ചെയ്യുക? ഏത് വെച്ചിട്ടാണ്? അപ്പോൾ അതിനുള്ളൊരു ക്ലൂ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ആസ് വെൽ ആസ് കേട്ടോ. ആസ് വെൽ ആസ് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ആസ് വെൽ ആസ്, അതുപോലെ തന്നെ കുറച്ച് കീവേഡ്സുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വേർഡ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് നോക്കണം. അതായത് ആസ് വെൽ ആസിന് മുമ്പ് വന്നിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? ഗോബു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കേട്ടോ. അപ്പോൾ ഗോബു അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വെർബ് വരുന്നത്. അപ്പോൾ ഗോബു ഇവിടെ സിംഗുലർ ആയതുകൊണ്ട്, ഗോബു അല്ലേ, അപ്പോൾ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? എസ് ആയിരിക്കോ 6 ആയിരിക്കോ? സിംഗുലർ ആണെങ്കിൽ എസ് ആയിരിക്കോ 6 ആയിരിക്കോ? ആൻസർ എസ് ആണ് കേട്ടോ. അപ്പോൾ ആൻസർ എന്താണ്? ഗോബു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് എസ് പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. ക്ലിയർ ആയോ? അല്ലേ, ആസ് വെൽ ആസ് പോലെ കുറച്ച് വേർഡ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെ വേർഡ്സുകളാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണ് വേർഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, കാരണം ഈ വേർഡ്സുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്, ഇൻ അഡീഷൻ ടു, rather than, none the less, unlike, beside, except, including, excluding, followed by, and not, like, but.
അപ്പോൾ ഇത്രയും വേർഡ്സുകൾ കാണാണ്ട് പഠിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്ലൂ പോലെ പറഞ്ഞുതരാം, ഒന്ന് ആലോചിച്ചോളൂ. അതായത് ഒന്നിൽ കൂടുതൽ എന്നുള്ള മീനിങ്, അതായത് നമ്മുടെ ആൻഡ് പോലത്തെ ഒരു മീനിങ് വരുന്ന വേർഡ്സുകളാണ് ഇതെല്ലാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. വിത്ത്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഗോപു അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം അല്ലേ, അപ്പോൾ ഒന്നി കൂടുതലുണ്ടല്ലോ. അതേപോലെ തന്നെ എലോങ് വിത്ത്, ഗോപു എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ഗോപു ടുഗെദർ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ആ ഒരു തരത്തിലുള്ള വേർഡ്സുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളിതെല്ലാം ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരും കേട്ടോ. എന്നാലൊന്ന് 2 or 3 പ്രാവശ്യം ഈ വേർഡ്സുകളൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. വിത്ത് വരുമ്പോൾ വിത്ത് വെച്ചിട്ട് 3 എണ്ണം ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. പിന്നെ ആസ് വെച്ചിട്ട് എൻഡ് ചെയ്യണത് ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്. അങ്ങനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വിത്ത് ഉണ്ട്, പിന്നെന്താ ഉള്ള? ആസ് ഉണ്ട്, ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്. പിന്നെന്താ ഉള്ള? ഇൻ അഡീഷൻ ടു. ഞാൻ പറഞ്ഞില്ലേ ഒന്നിൽ കൂടുതൽ, അപ്പോൾ ഒന്ന് ഇൻ അഡീഷൻ ടു എന്നുള്ള രീതിയിൽ. പിന്നെ റാദർ ദാൻ, നൺ ദി ലെസ്, അൺലൈക്ക്. പിന്നെ എന്താ ഉള്ള? ബിസൈഡ്, ബിസൈഡ്. അപ്പോൾ ആ ഒരു മീനിങ് തന്നെയാണ് അവിടെയും വരുന്നത്. എക്സെപ്റ്റ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ഫോളോഡ് ബൈ, ആൻഡ് നോട്ട്, ലൈക്ക്, ബട്ട്. ഇത്രയാണ് വേർഡ്സുകൾ. അപ്പോൾ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് 1 or 2 പ്രാവശ്യം കൂടി വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ദ ടീച്ചേഴ്സ് എലോങ് വിത്ത് ദി പ്രിൻസിപ്പാൾ ഡാഷ് ഗോൺ ടു മൂന്നാർ. ശ്രദ്ധിക്കുക. ദ ടീച്ചേഴ്സ് എലോങ് വിത്ത് ദി പ്രിൻസിപ്പൾ ഡാഷ് ഗോൺ ടു മൂന്നാർ. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടില്ലേ, അതിനകത്തുള്ള ഏതെങ്കിലും വേർഡ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കണ്ടോ? എലോങ് വിത്ത്. അപ്പോൾ എലോങ് വിത്ത് നമ്മുടെ ലിസ്റ്റിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനെ നോക്കണ്ടേ? എലോങ് വിത്തിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ്, അതായത് ടീച്ചേഴ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പളൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലോങ് വിത്തിൻ്റെ മുമ്പിലുള്ള വേർഡ്, അതായത് സബ്ജക്റ്റ്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ വെർബ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? അപ്പോൾ എലോങ് വിത്തിന് മുമ്പുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ വെർബ് എന്തിനനുസരിച്ചിരിക്കും? ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയണത് ടീച്ചേഴ്സാണ്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് ഹാസ് ആയിരിക്കുമോ ഹാവ് ആയിരിക്കുമോ നമ്മുടെ വെർബ്? ഹാവ് ആയിരിക്കും. ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ഫോമിലല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. ദ ടീച്ചേഴ്സ് എലോങ് വിത്ത് ദി പ്രിൻസിപ്പൾ ഹാവ് ഗോൺ ടു മൂന്നാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡോട്ടേഴ്സ് റാദർ ദാൻ ദി ബോയ് ഡാഷ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഇറ്റ്. എന്താ ക്വസ്റ്റ്യൻ? ദ ഡോട്ടേഴ്സ് റാദർ ദാൻ ദി ബോയ് ഡാഷ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഇറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ കീവേഡ് ഉണ്ട്. ഏതാണ് നമ്മുടെ കീവേഡ്? റാദർ ദാൻ. മനസ്സിലായോ? അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റൂളാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ മുഴുവനും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് 1 or 2 പ്രാവശ്യം അത് വീണ്ടും പഠിക്കുക. ഇനി ശ്രദ്ധിക്കുക, റാദർ ദാൻ ആണ് വന്നേക്കുന്നത്. റാദർ ദാൻ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? റാദർ ദാനിന് മുമ്പിലുള്ള വേർഡ് അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നോക്കുക. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് നോക്കുക. എന്താണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ്? ഡോട്ടേഴ്സ്. എസ് ഉണ്ട് അല്ലേ, ഡോട്ടേഴ്സ് ആണ്. അപ്പോൾ ഡോട്ടേഴ്സ് ആണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? ഇത് പ്ലൂറലാണ്. അപ്പോൾ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറലാവണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ് അല്ലേ, കാരണം ഹാവ് അല്ലേ പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഹാവ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെർബ് എന്തിനാണ് എഗ്രി ചെയ്യുന്നത്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ. ശ്രദ്ധിച്ചോളൂ. അരുൺ എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഗോയിങ് ടു സ്കൂൾ. അരുൺ എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഗോയിങ് ടു സ്കൂൾ. എസ് ആണോ ആർ ആണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അരുൺ എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത്? ആദ്യം ചെക്ക് ചെയ്യണത് ആ വേർഡ് ഉണ്ടോ നോക്കുക. എലോങ് വിത്ത്. അപ്പോൾ എലോങ് വിത്ത് ഉണ്ട്. പിന്നെ ആരെയും നോക്കുന്നത്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അരുൺ ആണ്. അരുൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? എസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 5 ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് റൂൾ നമ്പർ 6 നോക്കാം. അപ്പോൾ റൂൾ നമ്പർ 6ലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കയറുന്നേക്കാളും മുമ്പ് അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിന് ശേഷം നമുക്ക് എന്താണ് റൂൾ നമ്പർ 6 എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക. ഐദർ അനു ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് സ്റ്റോളൻ ദി വാച്ച്. ഹാസ് ആണോ ഹാവ് ആണോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കീവേഡ്സുകൾ. ഏതൊക്കെയായിരുന്നു? ഇൻ അഡീഷൻ ടു, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത് ഇല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കുറച്ച് വേർഡ്സുകൾ പഠിക്കേണ്ടത്. ഏതാണ്? ഐദർ ഓർ. ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു കീവേഡ്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലത്തെ കീവേഡുകൾ വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ വെർബ് ഇവിടെ ഏത് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സെക്കൻഡ് സബ്ജക്റ്റ് അനുസരിച്ചിരിക്കും. ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്? അനു ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ആരനുസരിച്ചിരിക്കും നമ്മുടെ വെർബ്? ഫ്രണ്ട്സിനനുസരിച്ചിരിക്കും. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് പറയാം. അതായത്
ഐദർ ഓർ, അതേപോലെ തന്നെ നൈദർ നോർ, ഇങ്ങനെ കുറച്ച് വേർഡ്സുകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ വരുമ്പോൾ നമ്മുടെ വെർബ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എന്തിനനുസരിച്ചിരിക്കും? സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റിനനുസരിച്ചിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ആസ് വെൽ ആസ് ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റിനെ അനുസരിച്ചിരിക്കും എന്നല്ലേ പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റിനെ അനുസരിച്ചിരിക്കും. ഏതൊക്കെയാണ് വേർഡ്സുകൾ? ഐദർ ഓർ. ഇനി ഞാൻ കുറച്ചും കൂടെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഐദർ അനു ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാസ് ആണോ ഹാവ് ആണോ? ഐദർ ഓർ ആണ്. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക കേട്ടോ, സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റിനെ നോക്കുക. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ആണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ട് നമ്മളിവിടെ ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കുക? ഹാവ്. ക്ലിയർ ആയോ? നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം, ശ്രദ്ധിക്കുക. നൈദർ ദി ബാഗ് നോർ ദി ഷൂസ് ഡാഷ് ദി ഡ്രസ്. എന്താണ് ക്വസ്റ്റ്യൻ? നൈദർ ദ ബാഗ് നോർ ദി ഷൂസ് ഡാഷ് ദി ഡ്രസ്. മാച്ച് ആണോ മാച്ചസ് ആണോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഐദർ ഓർ പോലത്തെ വേറൊരു വേർഡാണ് നൈദർ നോർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നൈദർ നോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട? സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് നോക്കുക. ഏതാണ് സെക്കൻഡ് പാർട്ട്? ഇവിടെ ബാഗും ഉണ്ട് ഷൂസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷൂസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഷൂസ് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, ഷൂസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഷൂസ് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് രണ്ടായിട്ട് തോന്നുന്ന സാധനങ്ങൾ ഷൂസ്, പൈജാമ, ട്രൗസേഴ്സ്, അതൊക്കെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കും? വെർബും പ്ലൂറൽ ആയിരിക്കും. ഇതിലേതാണ് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്? മാച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? നൈദർ ദ ബാഗ് നോർ ദി ഷൂസ് മാച്ച് ദി ഡ്രസ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പമുള്ള ബാക്കിയുള്ള വേർഡ്സുകൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഏതൊക്കെയാണ് വാക്കുകൾ? ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം, സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റിനെ നോക്കണം. ഓക്കെ, ആ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വെർബ് വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കുന്നത്. എന്ത്? വെർബ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ശ്രദ്ധിച്ചോളൂ. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ഹാസ് ആണോ ഹാവ് ആണോ? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ. ഐദർ രാജേഷ് ഓർ. ഇപ്പം എന്താണ് നമ്മുടെ വേർഡ് ഇവിടെ വന്നേക്കുന്നത്? ഐദർ ഓർ വന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക. എന്താണ് സെക്കൻഡ് സബ്ജക്റ്റ്? രാജേഷും ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അല്ലേ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മുടെ വെർബ് എന്തായിരിക്കും? ഹാവ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? ഹാവ് ആണ്. ഓക്കെ, എത്ര പേര് ശരിയാക്കി? നെക്സ്റ്റ് വൺ നോക്കാം. Neither the boy nor his brothers dash happy. Neither nor. Neither nor വരുമ്പോൾ ഇതേപോലെ തന്നെ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചിരിക്കും. സെക്കൻഡ് സബ്ജക്റ്റ് എന്താണ്? ബ്രദേഴ്സ് ആണ്. ബ്രദേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ആൻസർ എന്താണ്? ഹാവ് ആണ്. അടുത്ത റൂൾ നോക്കാം. റൂൾ നമ്പർ 7 ആണ്. എന്താണ് റൂൾ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചോളൂ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ ദുബായ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ ദുബായ്. ലിവ് ആണോ ലിവ്സ് ആണോ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നോക്കിക്കോ, വൺ ഓഫ് വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് വെച്ചിട്ടാണ്? വൺ ഓഫ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ റൂളിലേക്ക് നോക്കിക്കോട്ടോ. വൺ ഓഫ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളിൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. എങ്ങനെയായിരിക്കും? വൺ ഓഫ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളിൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് കണ്ടോ, പ്ലൂറൽ നൗൺ ആണ് കേട്ടോ. ഇത് ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയണത് പ്ലൂറലാണ്. അപ്പോൾ വൺ ഓഫ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് പ്ലൂറലാണ്, ഇവിടെയും പ്ലൂറലാണ്. ഫ്രണ്ട്സ് പ്ലൂറലാണ്. ഇനി എന്താ വരണേ? വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെർബ് എന്താ? സിംഗുലർ ആയിരിക്കണം അല്ലേ? അപ്പോൾ സിംഗുലർ വെർബ് എന്താ? ലിവ്സ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ലിവ്സ് ഇൻ ദുബായ്. ക്ലിയർ ആണോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂള് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. അതായത് വൺ ഓഫ് ആണെങ്കിൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബായിരിക്കും. ഇവിടെ നോക്കിക്കോ, വൺ ഓഫ് മൈ നൗണ് പ്ലൂറൽ, ഫ്രണ്ട്സ് ആണ് അല്ലേ? അപ്പോൾ നൗൺ പ്ലൂറലാണ്. വെർബ് എങ്ങനെയായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. ലിവ് ആണോ ലിവ്സ് ആണോ സിംഗുലർ?
ലിവ്സ് ആണ് സിംഗുലർ. അപ്പോൾ നമ്മുടെ ആൻസർ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ലിവ്സ് ഇൻ ദുബായ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ചെറിയൊരു എക്സെപ്ഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹു ഡാഷ് ഇൻ ദുബായ് കെയിം ടു സീ മീ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹു ഡാഷ് ഇൻ ദുബായ് കെയിം ടു സീ മീ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയണേക്കാൾ മുമ്പ് ഞാൻ ഈ രണ്ട് സെൻറ്റൻസുകൾ ഒന്ന് കമ്പയർ ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഇവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇവിടെ ഒരു ഹൂ എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഹൂ എന്ന് പറയണ ആരാണ്? ഹൂ എന്ന് പറയണത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ആരാണ്? റിലേറ്റീവ് പ്രോനൗൺ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകില്ല കേട്ടോ. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഹൂ, ഹൂസ്, വിച്ച് എന്നൊക്കെ പറയുന്നതാണ് റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ ഇതേപോലെ ഒരു റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ ഇല്ല. ഇനി നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. സെക്കൻഡ് റൂളിലേക്ക് വൺ ഓഫിൻ്റെ ഒപ്പം പ്ലൂരൽ നൗണും റിലേറ്റീവ് പ്രോനൗണും ഉണ്ടെങ്കിൽ, പ്ലൂരൽ നൗണിൻ്റെ ഒപ്പം റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബ് പ്ലൂരൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതല്ലേ നമ്മുടെ വെർബ്. ഈ വെർബ് ഏതായിരിക്കും? പ്ലൂരൽ ആയിരിക്കും. ലിവ് ആണോ ലിവ്സ് ആണോ പ്ലൂരൽ? നിങ്ങൾക്കറിയാം ലിവ് ആണ് പ്ലൂരൽ എന്നുള്ളത് ആണല്ലോ. അപ്പോൾ രണ്ട് സെൻറ്റൻസുകളും നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കുക. അതിനകത്ത് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടോ എന്ന് നോക്കുക. റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂരൽ ആയിരിക്കും. അപ്പോൾ വൺ ഓഫ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ആൻസറിലേക്ക് എത്തരുത്. വൺ ഓഫ് നോക്കിയിട്ട് അതിനകത്ത് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ആൻസർ, അല്ലെങ്കിൽ ഈ റൂളായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു റൂൾ ഓർക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. അതായത് ഓപ്പൺ ആൻഡ് സേവ് എന്ന് ഓർത്താൽ മതി. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഓപ്പൺ ആൻഡ് സേവ്. ഓപ്പൺ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓ എന്ന് പറയണത് വൺ ഓഫ് കേട്ടോ. ഇനി പ്ലൂരൽ നൗണ് വൺ ഓഫ് ആണെങ്കിൽ പ്ലൂരൽ നൗൺ ആയിരിക്കും. അതാണ് ഞാനിവിടെ പി എടുത്തേക്കുന്നത്. അപ്പോൾ വൺ ഓഫ് പ്ലൂരൽ നൗണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഓപ്പൺ ആൻഡ് സേവ് അങ്ങനെ ഓർക്കുക. റിലേറ്റീവ് പ്രോനൗൺ വരികയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. റൂൾ നമ്പർ 8 നോക്കാം. റൂൾ നമ്പർ 8 എന്താ പറഞ്ഞിരിക്കുന്നത്? മോർ ദാൻ വൺ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ എപ്പോഴും സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. ശ്രദ്ധിക്കുക. മോർ ദാൻ വൺ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതുപോലെ ഒരു ഫോർമുല ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മോർ ദാൻ വൺ, വണ്ണിനേക്കാളും വലുതാണെങ്കിൽ കേട്ടോ, ആ ഒരു തരത്തിൽ എഴുതിയേക്കുന്നത്. മോർ ദാൻ വൺ ആണെങ്കിൽ SS ആയിരിക്കും. എന്താണ്? സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. ഇനി അതിനെ വെച്ചിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. മോർ ദാൻ വൺ ഡാഷ് ഡാഷ് പ്ലേയിങ് ഔട്ട്സൈഡ്. മോർ ദാൻ വൺ ബോയ് ആണോ ബോയ്സ് ആണോ? നമ്മുടെ റൂള് നോക്കിയേ. മോർ ദാൻ വൺ കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? സിംഗുലർ നൗൺ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ബോയ് ആണോ ബോയ്സ് ആണോ വരുന്നത്? സിംഗുലർ നൗൺ എന്ന് പറയുമ്പോൾ ബോയ് ആണ്. അതുപോലെ തന്നെ എസ് ആണോ ആറാണോ? നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ എസ് ആണോ ആറാണോ? എസ് ആണ്. അപ്പോൾ മോർ ദാൻ വൺ ബോയ് എസ് പ്ലേയിങ് ഔട്ട്സൈഡ്. ക്ലിയർ ആയോ? എന്താ കാരണം? ഇതാണ് നമ്മുടെ റൂള്. നമ്മുടെ റൂൾ എന്താ? മോർ ദാൻ വൺ ആണെങ്കിൽ SS ആണ്. അതായത് സിംഗുലർ നൗണും സിംഗുലർ വെർബും ആണ്. തെറ്റിക്കരുത് കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. മോർ ദാൻ വൺ ടീച്ചർ ആണോ ടീച്ചേഴ്സ് ആണോ? മോർ ദാൻ വൺ ടീച്ചർ ആണോ ടീച്ചേഴ്സ് ആണോ? എങ്ങനെയാണ് നൗൺ വരുന്നത്? സിംഗുലർ ആണ്. അപ്പോൾ ടീച്ചർ ആണോ ടീച്ചേഴ്സ് ആണോ? ടീച്ചർ അല്ലേ. ഇനി വെർബ് എങ്ങനെയായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ? വെർബ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോർ ദാൻ വൺ ടീച്ചർ ഹാസ് ഹെൽപ്പ് മീ ടു പാസ് ദി എക്സാം. മോർ ദാൻ വൺ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ നൗണും സിംഗുലർ ആയിരിക്കും, വെർബും സിംഗുലർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. നമുക്ക് റൂൾ നമ്പർ 9 നോക്കാം. റൂൾ നമ്പർ 9ഉം ഭയങ്കര സിമ്പിൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കേട്ടോ. അതായത് റൂൾ നമ്പർ 9ൽ എന്താ പറയുന്നത്? മെനി എയുടെ ഒപ്പം സിംഗുലർ നൗണും സിംഗുലർ വെർബും. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? മോർ ദാൻ വണ്ണിൻ്റെ ഒപ്പം സിംഗുലർ നൗണും സിംഗുലർ വെർബും. അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. മെനി എ ഡാഷ് ഡാഷ് വോണ്ടഡ് ഇൻ ദി ആക്സിഡൻറ്റ്. മെനി എ പാസഞ്ചർ ആണോ പാസഞ്ചേഴ്സ് ആണോ? ശ്രദ്ധിക്കുക. മെനി എക്ക് ശേഷം എന്താണോ വന്നേക്കുന്നത്? സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺ എന്ന് പറയുമ്പോൾ പാസഞ്ചർ ആണോ പാസഞ്ചേഴ്സ് ആണോ? നിങ്ങൾക്കറിയാം. എന്താ പറഞ്ഞത്? ആൻസർ എന്താ? പാസഞ്ചർ ആണ് അല്ലേ. സിംഗുലർ ആയതുകൊണ്ട് പാസഞ്ചർ ആണ്. ഇനി വെർബ് എങ്ങനെയാണ്? വെർബ് സിംഗുലർ ആണ്. അപ്പോൾ വാസാണോ വേറാണോ? വെർബ് സിംഗുലർ ആണെങ്കിൽ വാസാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? മെനി എ പാസഞ്ചർ വാസ് വൂണ്ടഡ് ഇൻ ദി ആക്സിഡൻറ്റ്. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കാം. മെനി എ ഡാഷ് മിസ്സിങ്. മെനി എ ബുക്കാണോ ബുക്സ് ആണോ? വീണ്ടും നമ്മുടെ റൂളിലേക്ക് പോയി. മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗണാണ്. അപ്പോൾ ബുക്കാണോ ബുക്സ് ആണോ സിംഗുലർ? നമുക്കറിയാം ബുക്കാണ് സിംഗുലർ. ഇനി വെർബ് എങ്ങനെയാണ്? വെർബും സിംഗുലർ ആണ്. അപ്പോൾ ഇസ് ആണോ ആറാണോ? വെർബ് സിംഗുലർ ആണ്. അപ്പോൾ ഇസ് ആണോ ആറാണോ? ഇസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? മെനി എ ബുക്ക് ഇസ് മിസ്സിങ്. ക്ലിയർ ആയല്ലോ. ശ്രദ്ധിക്കേണ്ടത് മോർ ദാൻ വണ്ണിൻ്റെ ഒപ്പവും മെനി എയുടെ ഒക്കെ ഒപ്പം സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ 5 റൂൾസുകൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? വെർബ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് അനുസരിച്ചിട്ടിരിക്കും അല്ലേ? വെർബ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ എന്താ പഠിച്ചത്? ഐദർ ഓർ നൈദർ നോറൊക്കെ വരുമ്പോൾ നമ്മുടെ വെർബ് സെക്കൻഡ് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഇരിക്കും. പിന്നെന്താ പഠിച്ചത്? വൺ ഓഫ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ നൗണ് പ്ലൂരലും അതുപോലെ തന്നെ വെർബ് സിംഗുലറും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ ആൻഡ് സേവ് എന്ന് ആലോചിക്കാൻ പറഞ്ഞത്. വൺ ഓഫ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ നൗണ് പ്ലൂരലും വെർബ് സിംഗുലറും ആയിരിക്കും. നാലാമത്തെ റൂൾ എന്തായിരുന്നു? മോർ ദാൻ വൺ വരുമ്പോൾ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. മോർ ദാൻ വൺ വരുമ്പോൾ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. അതേപോലെ തന്നെ മെനി എ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസുകൾ വരുമ്പോൾ അവിടെ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. നമുക്ക് റൂൾ നമ്പർ 10 പഠിക്കാം കേട്ടോ. അപ്പോൾ റൂൾ നമ്പർ 10 പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താണ് റൂൾ നമ്പർ 10 എന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. ഹാസ് ആണോ ഹാവ് ആണോ? അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തുടങ്ങിയേക്കുന്നത്? എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ടല്ലേ? നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. അപ്പോൾ എ നമ്പർ ഓഫ് വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ എപ്പോഴും പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. അതാണ് ഞാൻ ആ ബ്ലൂ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസിൽ പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹാസ് ആണോ ഹാവ് ആണോ? ഞാൻ പറഞ്ഞു ടീച്ചേഴ്സ് ആണ്. അപ്പോൾ പ്ലൂരൽ നൗൺ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി പ്ലൂരൽ വെർബ് നോക്കണം. അപ്പം പ്ലൂരൽ വെർബ് എന്താ? ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം ഹാവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഹാവ് ആണ് കേട്ടോ. അതായത് നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹാവ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്പർ ഓഫ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. ഇനി അതിൻ്റെ കുറച്ച് വേർഡ്സുകളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതായത് നമ്പർ ഓഫ്, ലാർജ് നമ്പർ ഓഫ്, ഗുഡ് നമ്പർ ഓഫ്, ഗ്രേറ്റ് നമ്പർ ഓഫ്. കണ്ടോ, എല്ലാത്തിലും നമ്പർ ഓഫ് വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ്, ലാർജ് നമ്പർ ഓഫ്, ഗുഡ് നമ്പർ ഓഫ്, ഗ്രേറ്റ് നമ്പർ ഓഫ്, സ്മോൾ നമ്പർ ഓഫ്, ഗുഡ് മെനി. മെനി എന്നൊക്കെ പറയുമ്പോൾ നമ്പർ ഫോം തന്നെയല്ലേ? ഗ്രേറ്റ് മെനി, മോർ ദാൻ 2, മെജോറിറ്റി ഓഫ്. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നമ്പർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മൈനോറിറ്റി ഓഫ്, ബോത്ത്, ഫ്യൂ, സെവറൽ, മെനി, 1 or 2, 1 or more. അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യേണ്ടത്? പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡാഷ് ഗിവൺ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡാഷ് ഗിവൺ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്പർ ഓഫ് വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് തുടങ്ങിയേക്കുന്നത്. പിന്നെ നോക്കിക്കോളൂ, നമ്മുടെ നൗൺ എന്താ? ഫ്ലവേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി പ്ലൂരലാണെന്ന്. ഓക്കെ, പ്ലൂരൽ നൗണാണ്. ഇനി എന്താ വരണ്ടേ? പ്ലൂരൽ വെർബാണ് വരണ്ടേ. പ്ലൂരൽ വെർബ് എന്ന് പറയുമ്പോൾ എസ് ആണോ ആറാണോ? നമുക്കറിയാം പ്ലൂരൽ ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിക്കോളൂ. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് ദി എക്സിബിഷൻ. എ ഗ്രേറ്റ് നമ്പർ ഓഫ്. അപ്പോൾ നമ്പർ ഓഫ് എന്ന തരത്തിലുള്ള ഒരു വാക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു വാക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ പ്ലൂരലാണ്. ഓക്കെ, അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം ഹാവ് ആണ്. കാരണം പ്ലൂരൽ നൗണിൻ്റെ ഒപ്പം നമ്മൾ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് കം ടു വിസിറ്റ് ദി എക്സിബിഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് നമ്പർ ഓഫ്, ഗ്രേറ്റ് നമ്പർ ഓഫ്, അങ്ങനെ നമ്പർ ഓഫ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളുടെ ഒപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റൂളിലേക്ക് പോകാം. നെക്സ്റ്റ് റൂൾ നമ്പർ 11 ആണ്. റൂൾ നമ്പർ 11 ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദ നമ്പർ ഓഫിൻ്റെ ഒപ്പം പ്ലൂരൽ നൗണും സിംഗുലർ വെർബും ആണ്. ദ നമ്പർ ഓഫിൻ്റെ ഒപ്പം പ്ലൂരൽ നൗണും സിംഗുലർ വെർബും. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പഠിച്ചത്? നമ്പർ ഓഫിൻ്റെ ഒപ്പം പ്ലൂരൽ നൗണും
പ്ലൂറൽ വെർബുമാണ്. എ നമ്പർ ഓഫ് ആയിരുന്നു കേട്ടോ അത്. ഇത് ദ നമ്പർ ഓഫ് ആണ്. തിരിഞ്ഞു പോരുത്. ഇതെന്താണ്? റൂൾ നമ്പർ 11 എന്താണ്? ദ നമ്പർ ഓഫ്. അതിൻ്റെ ഒപ്പം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. ഇത് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ദ നമ്പർ ഓഫ് വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓക്കെ. ഇനി ആ നീല ബോക്സ് നോക്കിക്കോട്ടോ. ദ നമ്പർ ഓഫ് ഇവിടെ 2 സ്ഥലത്തും ഉണ്ട്. ഇനി വന്നിട്ടുള്ള ഏതാ? പ്ലൂറൽ നൗൺ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടീച്ചേഴ്സ് പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബായിരിക്കും അല്ലേ? സിംഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം ഹാസ് ആണ് സിംഗുലർ ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹാസ് സപ്പോർട്ടഡ് ക്യാമ്പസ് പൊളിറ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഡാഷ് 100. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദി ബാസ്ക്കറ്റ് ഡാഷ് 100. എസ് ആണോ ആർ ആണോ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണത് ദ നമ്പർ ഓഫ് വെച്ചിട്ടാണ്. പിന്നെ മാംഗോസ് ആണ്. അപ്പോൾ പ്ലൂറൽ നൗണും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഏതാ വരണ്ടേ? സിംഗുലർ വെർബാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? എസ് ആണോ ആർ ആണോ? സിംഗുലർ വെർബ് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ആൻസർ എന്താ? ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദി ബാസ്ക്കറ്റ് എസ് 100. അടുത്ത് നമുക്ക് റൂൾ നമ്പർ 12 നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റൂൾ നമ്പർ 12 ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആ ബ്ലൂ ബോക്സ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുശേഷം എന്താ ഉദ്ദേശിച്ചേക്കുന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം കേട്ടോ. വെൻ 2 സിംഗുലർ സബ്ജക്ട്സ് ജോയിൻ ബൈ ആൻഡ് റെഫർ ടു ദ സെയിം പേഴ്സൺ ദ വേർബ് മസ്റ്റ് ബി സിംഗുലർ. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് 2 സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ 2 സിംഗുലർ സബ്ജക്ട്സും സെയിം ആൾ തന്നെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് കം. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് കം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 2 സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് അങ്കിളും ഒന്ന് ഗാർഡിയനും അല്ലേ? ഈ അങ്കിളിനെയും ഗാർഡിയനെയും നമ്മൾ ആൻഡ് വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് വന്നു. ഇനി ഇത് രണ്ടും സെയിം പേഴ്സൺ ആണ് കേട്ടോ. അങ്കിളും ഗാർഡിയൻ എന്ന് പറയണത് ഒരേ വ്യക്തിയാണ്. അപ്പോൾ ഒരേ വ്യക്തിയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ സിംഗുലർ വെർബ് ആവണ്ടേ? ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ് അല്ലേ? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ ഹാസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഹാസ് കം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ഡാഷ് കം. ഹാസ് ആണോ ഹാവ് ആണോ? ഇവിടെ പോയറ്റും പൊളിറ്റീഷ്യനും നമ്മൾ ഒരേ വ്യക്തിയെ തന്നെയാണ് പറയണത് കേട്ടോ. ദ പോയറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ. പോയറ്റും പൊളിറ്റീഷ്യനും ആണ് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വ്യക്തി തന്നെയാണ്. അപ്പോൾ ദ പോയറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ഹാസ് ആണോ ഹാവ് ആണോ? ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. അപ്പോൾ ആൻസർ ഹാസ് ആണ്. ക്ലിയർ ആയല്ലോ? ദ പോയറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ഹാസ് കം. ഇനി ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, നോക്കിക്കോളൂ. മൈ അങ്കിൾ ആൻഡ് മൈ പാരൻസ് ഡാഷ് മീ ടു സ്റ്റഡി. മൈ അങ്കിൾ ആൻഡ് മൈ പാരൻസ് ഡാഷ് മീ ടു സ്റ്റഡി. വോണ്ട് ആണോ വോൺസ് ആണോ? അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 2 സബ്ജക്ട്സും ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2 സബ്ജക്ട്സും ഡിഫറെൻ്റ് ആൾക്കാരെയല്ലേ സൂചിപ്പിക്കുന്നത്? ഒരേ ആൾക്കാരെയാണോ സൂചിപ്പിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. മൈ അങ്കിൾ ആൻഡ് മൈ പാരൻസ് രണ്ടും വേറെ വേറെ ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കില്ല. നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ? മൈ അങ്കിൾ ആൻഡ് മൈ പാരൻസ്. പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ഏതാ? വാണ്ട് ആണോ വാണ്ട്സ് ആണോ? വാണ്ട് അല്ലേ. അപ്പോൾ മൈ അങ്കിൾ ആൻഡ് മൈ പാരൻസ് വാണ്ട് മീ ടു സ്റ്റഡി. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ദ പോയറ്റ് ആൻഡ് ദി പൊളിറ്റീഷ്യൻ ഡാഷ് കം. ദി പോയറ്റ് ആൻഡ് ദ പൊളിറ്റീഷ്യൻ രണ്ടും വേറെ വേറെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് 2 ദ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദ പോയറ്റ് ആൻഡ് ദ പൊളിറ്റീഷ്യൻ ഡാഷ് കം. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? ഹാവ് ആണ്. ദ പോയറ്റ് ആൻഡ് ദി പൊളിറ്റീഷ്യൻ ഹാവ് കം. അപ്പോൾ ഈ ഒരു റൂളിൽ ശ്രദ്ധിക്കേണ്ടത് 2 സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഈ 2 സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ വെർബ് സിംഗുലറും, അതേസമയം ഈ 2 സിംഗുലർ സബ്ജക്ട്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തത് റൂൾ നമ്പർ 13 ആണ്. എളുപ്പമുള്ളൊരു റൂളാണ് കേട്ടോ. ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, പീരിയഡ് ഓഫ് ടൈമിൻ്റെ ഒക്കെ ഒപ്പം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ റൂള് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കാം. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 കിലോമീറ്റേഴ്സ് ഡാഷ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. 5 കിലോമീറ്റേഴ്സ് ഡാഷ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ 5 കിലോമീറ്റേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കിലോമീറ്റേഴ്സ് അല്ലേ? കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 കിലോമീറ്റേഴ്സ് സിംഗുലർ ഫോം ഏതാ? എസ് ആണോ ആർ ആണോ? എസ് അല്ലേ? അപ്പോൾ 5 കിലോമീറ്റേഴ്സ് എസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിക്കോളൂ. 50 റുപ്പീസ്. 50 റുപ്പീസ് ഡാഷ് ഇനഫ് ഫോർ എ ലഞ്ച്. എസ് ആണോ ആർ ആണോ? ഇവിടെ നമ്മുടെ റൂളിനകത്ത് ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി അല്ലേ? എമൗണ്ട് ഓഫ് മണിയും എല്ലാം അത് നമ്മൾ വരുമ്പോൾ നമ്മളെന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. 50 റുപ്പീസ് സിംഗുലർ ഫോം എന്ന് പറയുമ്പോൾ എസ് ആണോ ആർ ആണോ? എസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 50 റുപ്പീസ് എസ് ഇനഫ് ഫോർ എ ലഞ്ച്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10 കിലോസ് ഓഫ് റൈസ് ഡാഷ് നോട്ട് ഹെവി ടു ബി ലിഫ്റ്റഡ്. 10 കിലോസ് ഓഫ് റൈസ്. അപ്പോൾ ഇതിനകത്തും നമ്മുടെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇതെല്ലാം നമ്മൾ ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. അപ്പോൾ 10 കിലോസ് ഓഫ് റൈസ് സിംഗുലർ ഫോം എസ് ആണോ ആർ ആണോ? എസ് ആണ്. ഓക്കെ, സോ 10 കിലോസ് ഓഫ് റൈസ് ഇസ് നോട്ട് ഹെവി ടു ബി ലിഫ്റ്റഡ്. ക്ലിയർ ആണല്ലോ? അടുത്ത റൂൾ നോക്കാം. റൂൾ നമ്പർ 14 ആണ്. അപ്പോൾ എന്താ റൂൾ നമ്പർ 14 പറയുന്നത്? ഒരു ജെറൻഡ് ഉണ്ടെങ്കിൽ ജെറൻഡിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലർ ഫോം ഓഫ് ദി വെർബായിരിക്കും. ഓക്കെ, അപ്പോൾ ജെറൻഡ് എന്താ? ജെറൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബിൻ്റെ ഒപ്പം നമ്മൾ ING കൂട്ടിയെന്ന് വിചാരിച്ചോ. ഒരു വെർബിൻ്റെ ഒപ്പം നമ്മൾ ING കൂട്ടി കഴിയുമ്പോൾ അതിനെ നമുക്ക് നൗണായിട്ട് യൂസ് ചെയ്യാം, അതായത് നാമമായിട്ട് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലാഫ് എന്ന് പറയണത് വെർബാണ്. അതിൻ്റെ ഒപ്പം ഞാനൊരു ING കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലാഫിങ് കിട്ടും. അപ്പോൾ ലാഫിങ് ആണ് എൻ്റെ നൗണായിട്ട് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയുള്ളൊരു ജെറൻഡ്, ING കൂട്ടിയിട്ടുള്ള വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ടുള്ള വാക്കുകൾ, അതിനെയാണ് നമ്മൾ ജെറൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്മോക്കിംഗ്, ലാഫിങ് എന്നൊക്കെ പറഞ്ഞാൽ ജെറൻഡാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം സിംഗുലർ ഫോം ഓഫ് ദി വെർബായിരിക്കും യൂസ് ചെയ്യുക. സിംഗുലർ ഫോം ഓഫ് ദി വെർബായിരിക്കും ജെറൻഡിൻ്റെ ഒപ്പം യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ നോക്കിക്കോട്ടോ. ലാഫിങ് ഡാഷ് ഗുഡ് ഫോർ ഹെൽത്ത്. ലാഫിങ് എസ് ആണോ ആർ ആണോ? ഗുഡ് ഫോർ ഹെൽത്ത്. നമുക്കറിയാം ലാഫിംഗ് എന്ന് പറയുന്നത് ജെറൻഡാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെർബിൻ്റെ ഒപ്പം ING കൂട്ടി, അപ്പോൾ അതൊരു ജെറൻഡായിട്ട് വന്നു. ഓക്കെ, ഇനി ജെറൻഡിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണം എന്താ? സിംഗുലർ വെർബ് അല്ലേ? സിംഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആണോ ആർ ആണോ? എസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാഫിംഗ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. അടുത്തത് ശ്രദ്ധിക്കുക. നമ്മുടെ റൂൾ നമ്പർ 14 ഒരു സെക്കൻഡ് പോർഷനാണ് കേട്ടോ. ആ ബ്ലൂ ബോക്സിനകത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിക്കോളൂ. 2 + വെർബ് + സിംഗുലർ വെർബ്. ഇതിലെന്താ ഉദ്ദേശിച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂവിൻ്റെ ഒപ്പം ഒരു വെർബ് കൂടി വരികയാണെങ്കിൽ, ഒരു സെൻറ്റൻസിൽ 2ൻ്റെ ഒപ്പം ഒരു വെർബ് കൂടി വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബായിരിക്കും. ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഡാഷ് ഡേഞ്ചറസ്. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഡാഷ് ഡേഞ്ചറസ്. അപ്പോൾ എങ്ങനെ നമ്മുടെ സെൻറ്റൻസ് തുടങ്ങിയേക്കുന്നത്? ടു പ്ലേ അല്ലേ? അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ റൂളിൽ പറഞ്ഞിരിക്കുന്നത്? 2 + വെർബ്. അത് തന്നെയല്ലേ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 + വെർബ് ആണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. അപ്പോൾ ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ്. ഇനി നമ്മുടെ വെർബ് എന്ന് പറഞ്ഞാൽ എസ് ആണോ ആർ ആണോ? സിംഗുലർ വെർബ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ആണോ ആർ ആണോ? നമ്മുടെ സിംഗുലർ വെർബ് എന്ന് പറയുന്നത് എസ് ആണ്. സോ ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഇസ് ഡേഞ്ചറസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്മോക്കിംഗ് ഇൻസൈഡ് ഡാഷ് പണിഷബിൾ. സ്മോക്കിംഗ് ഇൻസൈഡ് എസ് ആണോ ആർ ആണോ? നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും? സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ജെറൻഡാണ്. അപ്പോൾ ജെറൻഡാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. അപ്പോൾ സിംഗുലർ ഫോം എന്ന് പറഞ്ഞാൽ എസ് ആണോ ആർ ആണോ? നമ്മുടെ ആൻസർ എസ് ആണ്. അപ്പോൾ ആൻസർ എന്താ? സ്മോക്കിംഗ് ഇൻസൈഡ് എസ് പണിഷബിൾ. നെക്സ്റ്റ് നമുക്ക് റൂൾ നമ്പർ 15 നോക്കാം. എന്താണ് റൂൾ നമ്പർ 15 പറയുന്നത്? ഒരു കളക്റ്റീവ് നൗണിലെ അംഗങ്ങളെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതായത് കളക്റ്റീവ് നൗണിലെ അംഗങ്ങളെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കണമെങ്കിൽ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. അല്ലെങ്കിൽ അതായത് നമ്മൾ കളക്റ്റീവ് നൗണിലെ അംഗങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പരിഗണിക്കണമെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറലായിരിക്കും. ഇത് കേട്ട് പേടിക്കേണ്ട, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ദ കമ്മിറ്റി ഡാഷ് ടേക്കൺ ഡിസിഷൻ യുനാനിമസ്ലി. ദ കമ്മിറ്റി ഡാഷ് ടേക്കൺ ഡിസിഷൻ യുനാനിമസ്ലി. അപ്പോൾ ഇവിടെ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു കളക്റ്റീവ് നൗണായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ യൂണിറ്റ് ആയിട്ടല്ലേ ദ കമ്മിറ്റി എന്ന് പറയുമ്പോൾ. ആ കമ്മിറ്റിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെ മൊത്തത്തിലല്ലേ നമ്മൾ ദ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കളക്റ്റീവ് നൗണിലെ അംഗങ്ങളെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ അല്ലേ?
അപ്പോൾ ദ കമ്മിറ്റി നമ്മുടെ വെർബ് എന്താ? സിംഗുലർ ആണ് കേട്ടോ. ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മിറ്റി ഡാഷ് ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. ദ കമ്മിറ്റി ഡാഷ് ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. എന്താ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? കമ്മിറ്റീനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് കാരണം കമ്മിറ്റീനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും അർത്ഥം വരുന്നത്? അതായത് കമ്മിറ്റീനെ നമ്മൾ മൊത്തമായിട്ടാണോ അവിടെ സൂചിപ്പിക്കുന്നത്? അല്ലല്ലോ, കാരണം കമ്മിറ്റിയിലെ അംഗങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക കമ്മിറ്റിയെ നമ്മൾ മൊത്തത്തിലാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അതേസമയം അതിലത്തെ ആൾക്കാരെ, അതായത് ഒരു കമ്മിറ്റീനെ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ആയി അതിലത്തെ ആൾക്കാരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെയും സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെയും ഡിഫറൻസ്. അടുത്ത് നോക്കാം. The council dash submitted its report. The council dash submitted its report. Has ആണോ have ആണോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഹാസ് ആണ്. കാരണം ദ കൗൺസിൽ അതിനെ നമ്മൾ ഒന്നായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് നൗണിലെ അംഗങ്ങളെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ കൗൺസിൽ ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ടാണ്. ഓക്കെ, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീമുണ്ടെന്ന് വിചാരിച്ചോ. ഈ ടീമിനെ നമ്മൾ മൊത്തത്തിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ, മൊത്തത്തിലാണ് നമ്മൾ ഈ ടീമിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. കാരണം നമ്മൾ അതിനെ ഒന്നായിട്ടാണ്, ഒരൊറ്റ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. അതേസമയത്ത് ഈ ടീമിലെ അംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയണമെങ്കിൽ അംഗങ്ങൾ കുറച്ചധികം ഇല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറലായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് റൂൾ നമ്പർ 16 നോക്കാം കേട്ടോ. റൂൾ നമ്പർ 16 എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഗ്രീൻ ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റിൽ, കാവലറി, ക്ലേർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ്, ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാറ്റിൽ, കാവലറി, ക്ലർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ സിംഗുലറായിട്ട് തോന്നും. പക്ഷെ അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്കറിയാലോ, പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അല്ല, അപ്പോൾ അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ പോലീസ് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഒരു ഗ്രൂപ്പ്, ആ ഒരു തരത്തിൽ നമ്മൾ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലൂറലായിട്ട് നമ്മൾ പരിഗണിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വെർബ് എങ്ങനെയായിരിക്കും? വെർബും പ്ലൂറലായിരിക്കും. ഓക്കെ, അപ്പോൾ കാറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ? നാൽക്കാലികളാണ്. കാവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാർപ്പട. ക്ലേർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിത വർഗ്ഗത്തെയാണ് നമ്മൾ ക്ലേർജി എന്ന് പറഞ്ഞത് കേട്ടോ. ജെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോക്രാറ്റ് ആണ്. ജെൻട്രി അരിസ്റ്റോക്രാറ്റ് ആണ്. പിന്നെ പീപ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പോലീസ് നമുക്കറിയാം. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നത്? പ്ലൂറൽ വെർബാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ദ പോലീസ് ഡാഷ് അറസ്റ്റഡ് ഹിം. ദ പോലീസ് ഡാഷ് അറസ്റ്റഡ് ഹിം. അപ്പോൾ പോലീസാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ഫോം ഓഫ് ദി വെർബാ? ആ ഗ്രീൻ ബോക്സ് നോക്കിയേ, പ്ലൂറൽ വെർബ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ഹിം. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ദ കാറ്റിൽ ഡാഷ് ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. ദ കാറ്റിൽ ഡാഷ് ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. കാറ്റിൽ നമ്മുടെ ഗ്രീൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് കാറ്റിൽ. അപ്പോൾ കാറ്റിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറലായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ആണോ ആറാണോ? നമുക്കറിയാം ആറാണ് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ആൻസർ എന്താ? ദ കാറ്റിൽ ആർ ഗ്രേസിങ് ഇൻ ദി ഫീൽഡ്. അടുത്ത് നോക്കാം. എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, പ്ലെൻറ്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, നൺ ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട്, ഓൾ, എനി, ഹാഫ്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ, എന്താണ് നൗൺ കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന അത്രയും, അതിനാണ് നമ്മൾ കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറലായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും കേട്ടോ. അതേപോലെ തന്നെ ഇത്രയും വാക്കുകളുടെ ഒപ്പം വരുന്ന നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. ജസ്റ്റ് ഞാൻ ഈ റൂളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. നൺ ഓഫ് ദി ടീച്ചേഴ്സ് ഡാഷ് അറൈവ്ഡ്. നൺ ഓഫ് ദി ടീച്ചേഴ്സ് ഡാഷ് അറൈവ്ഡ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഹാസ് ആണോ അല്ലെങ്കിൽ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ശ്രദ്ധിച്ചേ, നൺ ഓഫ് ദി ടീച്ചേഴ്സ് ഡാഷ് അറൈവ്ഡ് അല്ലേ. അപ്പോൾ നൺ ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ, നൺ ഓഫ്. ഓക്കെ, അപ്പോൾ നൺ ഓഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് നമ്മുടെ നൗൺ എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെ നൺ ഓഫ് ദി ടീച്ചേഴ്സ് ആണ്. അപ്പോൾ ടീച്ചേഴ്സാണ് ഇവിടുത്തെ നൗൺ. ആ നൗൺ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ? നമുക്കറിയാലോ, കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നത്, അതാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് എണ്ണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? കൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം പ്ലൂറൽ വെർബാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെർബ് എങ്ങനെയാണ്? ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? നൺ ഓഫ് ദി ടീച്ചേഴ്സ് ഹാവ് അറൈവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നൺ ഓഫ് ദി ഫേർണിച്ചർ ഡാഷ് ഗുഡ്. നൺ ഓഫ് ദി ഫേർണിച്ചർ ഡാഷ് ഗുഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, എസ് ആണോ ആറാണോ? നമുക്കറിയാം നൺ ഓഫ് ഉണ്ട്, അപ്പോൾ അത് ഓക്കെ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടേ? നമ്മുടെ നൗണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളതാണ്. ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? ഫർണിച്ചർ അല്ലേ. ടേബിളൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും, ഇവിടെ ഫർണിച്ചറാണ്. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എസ് ആണോ ആറാണോ? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? നൺ ഓഫ് ദി ഫേർണിച്ചർ ഇസ് ഗുഡ്. അടുത്ത് നമുക്ക് റൂൾ നമ്പർ 18 നോക്കാം. റൂൾ നമ്പർ 18 എന്താ കൊടുത്തിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ, ഗ്രീൻ ബോക്സ് നോക്കിക്കോളൂ കേട്ടോ. ഈച്ച് ആൻഡ് ഈച്ച്, അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി. ഓക്കെ, അപ്പോൾ ഇതുള്ള സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. അപ്പോൾ ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ, ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ഗിവൺ പ്രൈസസ്. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ഗിവൺ പ്രൈസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ, നമ്മുടെ റൂൾ നമ്പർ 18 പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് ഈച്ച് ഉണ്ട്. നോക്കിക്കോ, ഫസ്റ്റ് ഈച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വന്നേക്കുന്നത്? ഒരു നൗൺ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഈച്ചിന് ശേഷവും ഒരു നൗൺ വന്നിട്ടുണ്ട്. നൗൺ എങ്ങനെയാണ്? സിംഗുലർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈച്ച് ആൻഡ് ഈച്ചും കഴിഞ്ഞു, പിന്നെ നൗൺ സിംഗുലർ നൗൺ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. വെർബ് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാസായിരിക്കോ അല്ലെങ്കിൽ വേറായിരിക്കോ? നമുക്കറിയാം സിംഗുലർ ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ വാസ് ഗിവൺ പ്രൈസസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ഇൻഡസ്ട്രിയസ്. അപ്പോൾ ആദ്യം ഈച്ച് ആൻഡ് ഈച്ച് എന്നുള്ള ഒരു വാക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾ നമ്പർ 18 വെച്ചിട്ട് അത് കറക്റ്റായി. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ നൗൺ എങ്ങനെയായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഈച്ചിന് ശേഷം ഒരു സിംഗുലർ നൗൺ വന്നിട്ടുണ്ട്, ബോയ് ആണ്. അതേപോലെ തന്നെ അടുത്ത ഈച്ചിന് ശേഷം സിംഗുലർ നൗൺ വന്നിട്ടുണ്ട്, എന്താണ്? ഗേൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം എന്താ വരണ്ടേ? നമുക്കറിയാം സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ് വരണ്ടേ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതായത് ഈച്ച് ആൻഡ് ഈച്ചിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും ആണ് വരേണ്ടത്. അത്രേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എസ് ആണോ ആറാണോ? നമുക്കറിയാം സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എസ് ആണ്. ഓക്കെ, അപ്പോൾ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഇസ് ഇൻഡസ്ട്രിയസ്. അടുത്ത് നോക്കാം. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആൻഡ് ഓൾസോ ദെയർ ടീച്ചർ ഡാഷ് ഗോൺ ടു ഡൽഹി. ഓക്കെ, ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആൻഡ് ഓൾസോ ദെയർ ടീച്ചർ ഡാഷ് ഗോൺ ടു ഡൽഹി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇത്തിരി ക്രൂക്കഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ നമുക്കറിയാം അല്ലേ, നമ്മളെന്താ നേരത്തെ പഠിച്ചേ? അതിൻ്റെ ഒപ്പം സിംഗുലർ നൗണും സിംഗുലർ വെർബും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ അതിന് ശേഷം ഉള്ളൊരു പാർട്ടും കൂടി ഉണ്ടല്ലോ, എന്താ? ആൻഡ് ഓൾസോ ദെയർ ടീച്ചർ. ഇവിടെ ആൻഡും കൂടെ വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒപ്പം ഒരു ആൻഡ് ഓൾസോ ദെയർ ടീച്ചർ എന്നും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആൻഡ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. നമ്മൾ മുമ്പത്തെ റൂളിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആൻഡ് ഓൾസോ ദെയർ ടീച്ചർ. വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം ഹാവ് ആണ് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആൻഡ് ഓൾസോ ദെയർ ടീച്ചർ ഹാവ് ഗോൺ ടു ഡൽഹി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈച്ച് ആൻഡ് ഈച്ച്, അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി എന്നൊക്കെ വരുമ്പോൾ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേളിൻ്റെ ഒപ്പം പിന്നെയും ഒരു ആൻഡും ഓൾസോ ദെയർ ടീച്ചറും കൂടെ വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്ലൂറൽ വെർബ് എടുത്തത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്തത് റൂൾ നമ്പർ 19 ആണ്. റൂൾ നമ്പർ 19 ശ്രദ്ധിച്ച് എളുപ്പമാണ് കേട്ടോ. ആ ഗ്രീൻ ബോക്സ് ശ്രദ്ധിക്കുക. ന്യൂസ്, സമ്മൺസ്, ക്രോസ് റോഡ്സ്, വേജസ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്സ്, എക്കണോമിക്സ്, ഡിസീസസ് ലൈക്ക് മീസൽസ്, മംസ്, റിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം എന്താ യൂസ് ചെയ്യുക?
സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ വാക്കുകളുടെയൊക്കെ ലാസ്റ്റ് എസ് വെച്ച് അവസാനിക്കുകയല്ലേ. അപ്പോൾ ആ എസ് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മുടെ വെർബ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സിംഗുലർ വെർബ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ന്യൂസ്, സമ്മൺസ്, ക്രോസ് റോഡ്സ്, വേജസ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡിസീസസ് ലൈക്ക് മീസൽസ്, മംസ്, റിക്കറ്റ്സ്, ഇതിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. കുറച്ചും കൂടെ ക്ലിയർ ആക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. പൊളിറ്റിക്സ് ഡാഷ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. പൊളിറ്റിക്സ് ഡാഷ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. എസ് ആണോ ആർ ആണോ? അപ്പോൾ പൊളിറ്റിക്സ് നമുക്കറിയാം നമ്മുടെ ഗ്രീൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. സിംഗുലർ ഫോം എന്ന് പറയുമ്പോൾ എസ് ആണോ ആർ ആണോ? നമ്മുടെ ആൻസർ എസ് ആണ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്സ് എസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ബാഡ് ന്യൂസ് ഡാഷ് ട്രാവൽ ആണോ ട്രാവൽസ് ആണോ ഫാസ്റ്റ്? ഓക്കെ, ബാഡ് ന്യൂസ് ഡാഷ് ഫാസ്റ്റ്. ട്രാവൽ ആണോ ട്രാവൽസ് ആണോ? അപ്പോൾ നമുക്കറിയാം ന്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഗ്രീൻ ബോക്സിനകത്ത് ന്യൂസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ വാക്കുകൾ. ഓക്കെ, അപ്പോൾ ന്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രാവൽ ആണോ ട്രാവൽസ് ആണോ? നമുക്കറിയാം ട്രാവൽസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത് നമുക്ക് റൂൾ നമ്പർ 20 നോക്കാം കേട്ടോ. അപ്പോൾ റൂൾ നമ്പർ 20 എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ റൂൾ നമ്പർ 20 മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമ്പിൾ 1, I, K കേളപ്പൻ ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദ ലോ. എസ് ആണോ ആം ആണോ ആർ ആണോ? നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് വരാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് I, K കേളപ്പൻ, അതായത് ഞാൻ തന്നെയാണ് K കേളപ്പൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. I, K കേളപ്പൻ ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദ ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയണത് എന്താ? ഐ ആണ്. അപ്പോസിഷൻ എന്ന് പറയണത് ഈ ഐനെ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയാണ്, K കേളപ്പൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇനി നമ്മുടെ റൂൾ നമ്പർ 20 ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇൻ എ സെൻറ്റൻസ് ഇഫ് ദർ ഇസ് എ മെയിൻ സബ്ജക്റ്റ്, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ഐ ആണ്. പിന്നെ ആൻഡ് അപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുക, K കേളപ്പൻ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ വെർബ് ആരെ എഗ്രി ചെയ്യുന്നത്? വെർബ് എഗ്രീസ് ടു ദി മെയിൻ സബ്ജക്റ്റിനെയാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. ഇവിടെ മെയിൻ സബ്ജക്റ്റ് എന്താ? ഐ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? ഐ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഐയുടെ ഒപ്പം എപ്പോഴും വരുന്നത് എന്താ? ആം അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആം ആണ്. അതായത് I, K കേളപ്പൻ ആം റെസ്പോൺസിബിൾ ഫോർ ദ ലോ. ക്ലിയർ ആയോ? അടുത്ത സെൻറ്റൻസും കൂടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും കേട്ടോ. ശ്രദ്ധിച്ചോളൂ. യു ദ ഗേൾ ഡാഷ് ബ്യൂട്ടിഫുൾ. അതായത് യു തന്നെയാണ് ദ ഗേൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. യു ദ ഗേൾ, യുവിനെ തന്നെയാണ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ദ ഗേൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡാഷ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ വെർബ് ആരെ അനുസരിച്ചിരിക്കും? ഗേൾ അനുസരിച്ചിട്ടാണോ ഇരിക്കുക, അല്ലെങ്കിൽ യു അനുസരിച്ചിട്ടാണോ ഇരിക്കുക? നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ അനുസരിച്ചിട്ടിരിക്കും അല്ലേ. റൂൾ നമ്പർ 20 നോക്കിയേ. ഇൻ എ സെൻറ്റൻസ് ഇഫ് ദർ ഇസ് എ മെയിൻ സബ്ജക്റ്റ് ആൻഡ് അപ്പോസിഷൻ ദ വെർബ് എഗ്രീസ് ടു ദി മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. അപ്പോൾ യുവിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ നമ്മുടെ വെർബ് വരുന്നത്. ഓക്കെ, അപ്പോൾ യു ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആറാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ യു ദ ഗേൾ ആർ ബ്യൂട്ടിഫുൾ. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസിനകത്ത് ഒരു മെയിൻ സബ്ജക്റ്റും അതിൻ്റെ അപ്പോസിഷനും കൂടി ഉണ്ടെങ്കിൽ വെർബ് ആരെ എഗ്രി ചെയ്യുന്നത്? മെയിൻ സബ്ജക്റ്റിനെയാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമുക്ക് റൂൾ നമ്പർ 21 നോക്കാം കേട്ടോ. റൂൾ നമ്പർ 21 എന്താ പറയണതെന്ന് വെച്ചാൽ ബുക്സ്, ഡിസീസസ്, ഗെയിംസ്, ബിൽഡിങ്സ് തുടങ്ങിയവയുടെ പേരുകൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എങ്ങനെയായിരിക്കും? അതും സിംഗുലർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ബുക്സ്, ഡിസീസസ്, ഗെയിംസ്, ബിൽഡിങ്സ് ഇതെല്ലാം സിംഗുലർ ആയിരിക്കും. ഈ നൗൺ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എങ്ങനെയായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ. ഗളിവേഴ്സ് ട്രാവൽസ് ഡാഷ് എ ഫേമസ് ബുക്ക്. ഗളിവേഴ്സ് ട്രാവൽസ് ഡാഷ് എ ഫേമസ് ബുക്ക്. എസ് ആണോ ആർ ആണോ? അപ്പോൾ നമുക്കറിയാലോ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ബുക്കാണ്. അപ്പോൾ ബുക്കിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബുക്സ്, ഡിസീസ്, ഗെയിംസ്, ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒപ്പം സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗളിവേഴ്സ് ട്രാവൽസ് എസ് എ ഫേമസ് ബുക്ക് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കാം. റിക്കറ്റ്സ് ഡാഷ് നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. റിക്കറ്റ്സ് ഡാഷ് നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അപ്പോൾ റിക്കറ്റ്സ് നമ്മൾ സിംഗുലർ നൗൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. കാരണം റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ബുക്സ്, ഡിസീസസ്, ഗെയിംസ്, ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിംഗുലർ നൗണും സിംഗുലർ വെർബും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിക്കറ്റ്സ് ഡാഷ് നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എസ് ആണോ ആർ ആണോ വരിക? നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ എസ്. ക്ലിയർ ആയല്ലോ. റിക്കറ്റ്സ് എസ് നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അടുത്ത് നോക്കിക്കോളൂ. ബില്ലിയാർഡ്സ് ഡാഷ് പ്ലേഡ് ഓൾ ഓവർ USA. ബില്ലിയാർഡ്സ്
എസ് ആണോ ആർ ആണോ? നമുക്കറിയാലോ ബില്ലിയാർഡ്സ് എന്നൊക്കെ പറഞ്ഞത് ഗെയിമാണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ എസ് ആണോ ആർ ആണോ വരിക? എസ് ആണ്. ഓക്കെ, അപ്പോൾ ബില്ലിയാർഡ്സ് ഇസ് പ്ലേഡ് ഓൾ ഓവർ USA. അടുത്ത് നമുക്ക് റൂൾ നമ്പർ 22 നോക്കാം. റൂൾ നമ്പർ 22 എന്താ പറയണതെന്ന് വെച്ചാൽ വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. ഒന്നുകൂടി പറയാം, വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. നൈദർ ഓഫ് യുവർ ഡാഷ് ആൻസേഴ്സ് ആണോ ആൻസർ ആണോ? ഡാഷ് എസ് ആണോ ആർ ആണോ? റോങ്. അപ്പം നമ്മളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? നൈദർ ഓഫ് വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നൗൺ എങ്ങനെയായിരിക്കും? പ്ലൂറൽ നൗൺ ആയിരിക്കും. പ്ലൂറൽ നൗൺ എന്ന് പറയുമ്പോൾ ആൻസേഴ്സ് ആയിരിക്കോ ആൻസർ ആയിരിക്കോ? പ്ലൂറൽ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ആൻസേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നൈദർ ഓഫ് യുവർ ആൻസേഴ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ വെർബാണ് അല്ലേ? വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എസ് ആണോ ആർ ആണോ? നിങ്ങൾക്കറിയാം സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞേ, നൈദർ ഓഫ് യുവർ ആൻസേഴ്സ് ഇസ് റോങ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് ഒക്കെ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ നൗൺ എപ്പോഴും പ്ലൂറലായിരിക്കും. വെർബ് എങ്ങനെയായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. നിങ്ങളിങ്ങനെ ഓരോ റൂളുകൾ കാണുമ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരുപാട് റൂൾസുകൾ പഠിക്കാണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദി മെൻ ഡാഷ് റീച്ച് ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. വൺ ഓഫ് ദി മെൻ, ശ്രദ്ധിച്ചോണേ, മെൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാൻ്റെ പ്ലൂറലാണ്. നമ്മുടെ നൗൺ ഇവിടെ എന്താണ്? പ്ലൂറലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ആണ്. അപ്പോൾ ആൻസർ എന്താ? വൺ ഓഫ് ദി മെൻ ഹാസ് റീച്ച് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. വൺ ഓഫ് ദി സോൾജേഴ്സ് ഡാഷ് കിൽ ബൈ ദി എനിമീസ്. വൺ ഓഫ് ദിക്ക് ശേഷം എന്താ? പ്ലൂറൽ നൗണാണ് വന്നേക്കുന്നത്, അതായത് സോൾജേഴ്സ് എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്താ വരണ്ടേ? നമ്മുടെ സിംഗുലർ വെർബാണ് വരണ്ടേ. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എസ് ആണോ ആർ ആണോ? എസ് അല്ലേ? അപ്പോൾ ആൻസർ എന്താ? വൺ ഓഫ് ദി സോൾജേഴ്സ് ഇസ് കിൽ ബൈ ദി എനിമീസ്. നമുക്ക് റൂൾ നമ്പർ 23 നോക്കാം. റൂൾ നമ്പർ 23ൽ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വാക്കുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബായിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഞാൻ 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, കാരണം അത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. രണ്ടാമത്തെ പോർഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വന്നോളും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വാക്കുകളുടെ ഒപ്പം നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. മെഷീനറി, സീനറി, പോയട്രി, ഇൻഫോർമേഷൻ, ലിക്കർ, ലഗേജ്, ഹാർഡ്വെയർ, അഡ്വൈസ്, സ്റ്റേഷനറി, സ്ലാങ്, അബ്യൂസ്, ഫേർണിച്ചർ, എക്യുപ്മെൻറ്റ്, ട്യൂഷൻ, എവിഡൻസ്, സ്റ്റാഫ്, ട്രാഫിക്. അപ്പോൾ ഇത്രയും വാക്കുകളുടെ ഒപ്പം നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് വീണ്ടും വായിച്ച് പഠിക്കുക. അതിൻ്റെ ഒപ്പം ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. പക്ഷേ ഈ കോഡ് മാത്രം പോരാ കേട്ടോ, കാരണം ഈ വാക്കുകളൊക്കെ നമ്മൾ നന്നായിട്ട് ഫെമിലിയർ ആയിരിക്കണം. ശ്രദ്ധിക്കുക. MS Pill has safe test. MS Pill has safe test. അപ്പോൾ ഇതിലത്തെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടോ. ശ്രദ്ധിച്ചോളൂ. M എന്ന് പറഞ്ഞാൽ മെഷീനറി, പിന്നെ സീനറി, പോയട്രി, ഇൻഫോർമേഷൻ, ലിക്കർ, ലഗേജ്, ഹാർഡ്വെയർ, അഡ്വൈസ്, സ്റ്റേഷനറി, സ്ലാങ്, അബ്യൂസ്, ഫേർണിച്ചർ, എക്യുപ്മെൻറ്റ്, ട്യൂഷൻ, എവിഡൻസ്, സ്റ്റാഫ്, ട്രാഫിക്. അതാണ് നമ്മുടെ MS Pill has safe test. MSPI അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളും കൂടി ഉണ്ട്, അതും കൂടി പഠിക്കുക. ഏതൊക്കെയാണ്? ന്യൂസ്, സ്പോർട്സ്, ബിസിനസ്, സമൺസ്, അത്ലറ്റിക്സ്, പോയട്രി, ഇൻഫോർമേഷൻ, ഫേർണിച്ചർ, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ട്രാഫിക്, ലഗേജ്, ബാഗേജ്, സ്റ്റേഷനറി, ഹെയർ, സീനറി, പ്രോഗ്രാം. ഇത്രയും വാക്കുകളും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണ അനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളുടെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ഫോം ഓഫ് ദി വെർബായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എന്തായാലും ഓർത്ത് വയ്ക്കുക കേട്ടോ, MS Pill has safe test. അതിലത്തെ ആൾക്കാരെ മുഴുവൻ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുക. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോളൂ. ദ ന്യൂസ് ഡാഷ് അറ്റ് 7 PM. സ്റ്റാർട്ട് ആണോ സ്റ്റാർട്ട്സ് ആണോ? എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക?
കാരണം ഇവിടെ ശ്രദ്ധിച്ച് ന്യൂസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ലിസ്റ്റിനകത്തുള്ള ഒരു വാക്കല്ലേ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടാണോ സ്റ്റാർട്ട്സ് ആയിരിക്കുമോ? സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ദ ന്യൂസ് സ്റ്റാർട്ട്സ് അറ്റ് 7 PM. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ സിംഗുലർ വെർബും ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഫസ്റ്റ് വീഡിയോ തൊട്ട് തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് ഹെയർ ഡാഷ് വൈറ്റ്. ഹിസ് ഹെയർ ഡാഷ് വൈറ്റ്. എസ് ആണോ ആറാണോ? അപ്പോൾ ഹെയറും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതും അതിന് ശേഷവും നമുക്ക് വരണ എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. സിംഗുലർ എന്ന് പറയുമ്പോൾ എസ് ആണോ ആറാണോ? എസ് അല്ലേ? അപ്പോൾ ഹിസ് ഹെയർ എസ് വൈറ്റ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ദ ഫേർണിച്ചർ ഡാഷ് ബ്രോട്ട് ഫ്രം മൈ ഫ്രണ്ട്സ് ഷോപ്പ്. ദ ഫേർണിച്ചർ എസ് ആണോ ആറാണോ? ഫേർണിച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫേർണിച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള ഒരാളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എസ് ആണോ ആറാണോ? എസ് അല്ലേ? ദ ഫേർണിച്ചർ എസ് ബ്രോട്ട് ഫ്രം മൈ ഫ്രണ്ട് ഷോപ്പ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. ദ ലഗേജ്. ദ ലഗേജ് ഡാഷ് റിയലി ഹെവി. എസ് ആണോ ആറാണോ? ദ ലഗേജ് എസ് റിയലി ഹെവി. കാരണം ലഗേജ് നമ്മൾ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. സിംഗുലർ ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുമ്പോൾ എന്താ? എസ് ആണോ ആറാണോ? എസ് ആണ്. ക്ലിയർ ആണല്ലോ? ദ ലഗേജ് എസ് റിയലി ഹെവി. അടുത്ത് നമുക്ക് റൂൾ നമ്പർ 24 പഠിക്കാം. റൂൾ നമ്പർ 24 എന്താ പറയണതെന്ന് വെച്ചാൽ കളക്റ്റീവ് നൗൺസിന് ശേഷം ഓഫ്, പിന്നെ വരുന്ന നൗണിന് ശേഷം വരുന്ന വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതായത് കളക്റ്റീവ് നൗൺസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ? അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ്, ഗ്യാങ് ഓഫ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾസ് പറയാം കേട്ടോ. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചേ. എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഡാഷ് കം. ഗ്രൂപ്പ് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കളക്റ്റീവ് നൗൺ അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താ? സിംഗുലർ വെർബാണ്. അപ്പോൾ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ? നമുക്കറിയാം സിംഗുലർ ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ ഹാസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് കം. ക്ലിയർ ആയല്ലോ? അടുത്ത ശ്രദ്ധിച്ചോളൂ. ഗ്യാങ് ഓഫ് തീവ്സ് ഡാഷ് എൻറ്റേർഡ് ദി ബാങ്ക്. ഗ്യാങ് ഓഫ് തീവ്സ് ഹാസ് ആണോ ഹാവ് ആണോ? എൻറ്റേർഡ് ദി ബാങ്ക്. നമുക്കറിയാലോ ഗ്യാങ് ഓഫ് എന്ന് പറയുമ്പോൾ കളക്റ്റീവ് നൗൺസ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. അതല്ലേ നമ്മുടെ ആ ഗ്രീൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ആണെങ്കിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്യാങ് ഓഫ് തീവ്സ് ഹാസ് ആണോ ഹാവ് ആണോ? സിംഗുലർ അല്ലേ? അപ്പോൾ ഹാസ്. ഓക്കെ, ഗ്യാങ് ഓഫ് തീവ്സ് ഹാസ് എൻറ്റേർഡ് ദി ബാങ്ക്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺകോഡിലെ 24 റൂൾസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 24 റൂൾസ് നിന്ന് മുഴുവനും ഇരുന്ന് പഠിക്കുക, റിവൈസ് ചെയ്യുക. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ ഓടിയാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഇത്രയും പോർഷൻസ് പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.